السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ പ്രശസ്തമായ സാദുൽ മആദ് ഫി ഹദി ഖൈറുൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൻ്റെ മുലഖസ് സംക്ഷിപ്തമായിട്ടുള്ള മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള സംക്ഷിപ്തമാക്കിയിട്ടുള്ള കിതാബാണ് നാം വായിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദർസിൽ റവാത്തിബ് സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ അവിടുന്ന് പകർത്തിയിട്ടുണ്ടായിരുന്ന സുന്നത്തായ നിസ്കാരങ്ങൾ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തും അതുപോലെ വിത്തറും നമ്മൾ പറഞ്ഞു. അതിൽ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ് എന്നീ 2 സൂറത്തുകൾ തൗഹീദിനെ അറിയിക്കുന്ന, തൗഹീദിൻ്റെ 2 ഭാഗങ്ങളെ പഠിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു. അടുത്ത ഫസ്ലുൻ ഫി ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഖിയാമിൽ ലൈൽ. രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്തെല്ലാമാണ് എന്നതാണ്. ഇതിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഈ കിതാബിൻ്റെ ആ രീതി കൊടുത്തിട്ടുള്ളത് ഫർള് നിസ്കാരത്തെ പറ്റി പറഞ്ഞു, നിസ്കാരത്തിൻ്റെ രൂപം പറഞ്ഞു, അതിനുശേഷം സുന്നത്തിനെ പറ്റി പറഞ്ഞു. അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ നഫ്ലുകളായിട്ടുള്ള നിസ്കാരങ്ങൾ, സുന്നത്തായിട്ടുള്ള നിസ്കാരങ്ങളെ 2 ഇനങ്ങളായിട്ട് തിരിച്ചത് കാണാം. നവാഫിലു മുഖയ്യദത്തുൻ, പ്രത്യേകമായി സമയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ചേർത്തിയിട്ടുള്ളത്, റവാത്തിബ് സുന്നത്ത് പോലെ. അതിനു പുറമെ നവാഫിലു മുത്ലഖത്തുൻ, മുത്ലഖായിട്ട് നിരുപാധികമുള്ള സുന്നത്തായ നിസ്കാരങ്ങൾ, എപ്പോഴാണെങ്കിലും നിസ്കരിക്കാൻ സാധിക്കുന്ന പോലെയുള്ളത്. അതല്ലെങ്കിൽ ഇന്ന വേറൊരു കാര്യത്തിനോട് ചേർത്തിയിട്ടല്ലാതെ ഉള്ള നിസ്കാരങ്ങൾ. അതിൽ വളരെ ശ്രേഷ്ഠതയുള്ള, മഹത്വമുള്ള കാര്യമാണ് ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരം എന്നുള്ളത്. അള്ളാഹുവാണ് രാവിനെയും പകലിനെയും നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ രാത്രിയിൽ മനുഷ്യനെ വിശ്രമമായി കൊണ്ട് ഉറങ്ങാനുള്ള സമയം നിശ്ചയിച്ചു. ആ രാത്രിയിൽ പ്രത്യേകമായി അവനെ ഇബാദത്ത് ചെയ്യാൻ ഒരു സമയം എഴുന്നേൽക്കണം, നിങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നിസ്കാരത്തിൽ ഫർള് കഴിഞ്ഞാൽ, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും അഫ്ളലായിട്ടുള്ള നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, രാത്രിയിലുള്ള നിസ്കാരമാണ് ഫർള് നിസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതുപോലെ ധാരാളം ഫദ്ലുകൾ അറിയിച്ചിട്ടുള്ള, മഹത്വം പറഞ്ഞിട്ടുള്ള, ഈ ഉമ്മത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ലാത്ത ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഇബാദത്താണ് രാത്രി നിസ്കരിക്കുക. രാത്രിയിൽ ഒരു മനുഷ്യന്റെ ശ്രദ്ധ, അവന്റെ ചിന്താശേഷി ഇതെല്ലാം വർദ്ധിക്കുന്ന സമയമാണ്. പകലിൽ മറ്റു പല കാര്യങ്ങളും, ചിന്തകളിലേക്കും മറ്റു പല കാര്യങ്ങളും അവന്റെ ചിന്ത ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് തടയും. എന്നാൽ രാത്രിയിൽ അങ്ങനെയല്ല. രാത്രിയിലെ ഖുർആൻ പാരായണം, രാത്രിയിലെ ഇബാദത്തുകൾ, രാത്രിയിലെ നിസ്കാരം, അതിനെല്ലാം പ്രത്യേക ശ്രദ്ധയോടുകൂടി നിസ്കരിക്കാനും അതുപോലെ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനും നമുക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ, കഴിഞ്ഞു പോയിട്ടുള്ള നബിമാരുടെയും സ്വാലിഹീങ്ങളുടെയും എല്ലാം ശീലമായിരുന്നു രാത്രി നിസ്കാരം എന്നുള്ളത്. അവരെ പറ്റി പറയുന്നിടത്ത്, മുഹ്സിനീങ്ങളെ പറ്റി പറയുന്നിടത്ത് അല്ലാഹു തആല പറഞ്ഞു, കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ കുറച്ച് മാത്രമേ ഉറങ്ങാറുള്ളൂ. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അവർ ഫജ്റിനോട് മുമ്പുള്ള ആ സമയത്ത് അവർ ധാരാളമായി ഇസ്തിഗ്ഫാർ തേടുന്ന ആളുകളുമാണ് എന്ന് കാണാം. അപ്പോൾ രാത്രി നിസ്കാരത്തിന്റെ ഫദ്ല് നോക്കുകയാണെങ്കിൽ ആത്മീയമായിട്ട്, ഈമാനികമായിട്ട് ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
അതിനു പുറമെ ചില അസറുകളിൽ വന്നിട്ടുള്ള കാര്യമാണ് ശരീരത്തിന്റെ രോഗങ്ങൾക്കും അതുപോലെ രോഗങ്ങളെ പ്രതിരോധിക്കാനും വളരെ ഉപകാരമുള്ള കാര്യമാണ് രാത്രി നിസ്കാരം എന്ന് തൊബീബന്മാരും അതുപോലെ മറ്റു പല അസറുകളിലും കാണാം. അപ്പോൾ നമ്മൾ ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ ശീലമാക്കേണ്ട കൊണ്ടു നടക്കേണ്ട മഹത്തായിട്ടുള്ള ഇബാദത്താണ് രാത്രി നിസ്കാരം. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നിസ്കാരം മുറുകെ പിടിക്കുക. ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബ്ലകും, ഇത് നിങ്ങളുടെ മുൻപുള്ള നബിമാരുടെയും സാലിഹ്യങ്ങളുടെയും ശീലമാണ്. വഇന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ്, രാത്രി നിസ്കാരം നിങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണ്. ഒരാൾക്ക് സ്ഥിരമായിട്ട് രാത്രി നിസ്കരിക്കാനുള്ള തൗഫീഖ് ലഭിക്കുന്നു എന്നത് അവനെപ്പോഴും കുറവേ ചെയ്യുന്നു എന്നുള്ള ബോധമായിരിക്കും. പക്ഷേ ആ തൗഫീഖ് ലഭിക്കുന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ അവന് നല്ലൊരു സ്ഥാനമുണ്ട് എന്നതിനുള്ള ഒരു അറിയിപ്പാണ്. രാത്രി നിസ്കരിക്കാനുള്ള തൗഫീഖ് ലഭിക്കുന്നു, അതിൽ സ്ഥിരത ലഭിക്കുന്നു എന്നത്. വമൻഹാതുൻ അനിൽ ഇസ്മ, പാപങ്ങളിൽ നിന്ന് തടയുന്ന കാര്യമാണ് രാത്രി നിസ്കാരം. വതക്ഫീറുൽ ലിസയ്യിആത്ത്, നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്ന കാര്യമാണ് രാത്രി നിസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോ രാത്രി നിസ്കാരം എന്നുള്ളത് നമ്മൾ ശീലമാക്കേണ്ട കാര്യമാണ്. ഇനി കിതാബിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കരിക്കുന്ന രൂപം, അതിനെക്കുറിച്ചെല്ലാം സൂചിപ്പിക്കുകയാണ്. ലം യകുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ സ്വലാത്തൽ ലൈലി ഹളറൻ വലാ സഫറൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ രാത്രി നിസ്കാരം ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസിൽ കാണാം, നിങ്ങൾ രാത്രി നിസ്കാരം ഒഴിവാക്കരുത്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. വഇദാ ഗലബഹു നൗമുൻ ഔ വജഉൻ, ഇനി എന്തെങ്കിലും കാരണത്താൽ ഉറക്കം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമോ ബുദ്ധിമുട്ടുകളോ ക്ഷീണമോ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബാധിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സ്വല്ല മിനൻ നഹാരി 12 റക്അത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകലിൽ 12 റക്അത്ത് അതിന് പകരം നിസ്കരിക്കാറുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരം അധികവും എണ്ണം തിട്ടപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് രണ്ട് തരത്തിലാണ്. ഒന്ന് 11 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നുള്ളതും, രണ്ടാമത്തേത് 13 റക്അത്ത് നിസ്കരിക്കാറുണ്ട് എന്നതിലും. ഇതിൽ 11 റക്അത്ത് നിസ്കരിച്ചു എന്നുള്ളതിൽ എന്തില്ല, അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെയുള്ള ഈ 2 റക്അത്ത് എന്താണ്, എണ്ണം തിട്ടപ്പെടുത്തുമ്പോൾ അതെന്താണ് എന്നൊരു ചർച്ചയാണ് ഉലമാക്കൾക്കിടയിലുള്ളത്. ഇനി 11 റക്അത്താണ് നിസ്കരിക്കുന്നവർ അവർ പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പകലിൽ നിസ്കരിക്കുമ്പോൾ അതിനെ 12 റക്അത്തായിട്ട്, രാത്രിയിൽ എന്തെങ്കിലും കാരണത്താൽ നിസ്കരിക്കാൻ സാധിച്ചില്ല എങ്കിൽ 12 റക്അത്തായിട്ടാണ് പകലിൽ നിസ്കരിക്കാറുള്ളത്. ഒരിക്കലും പകലിൽ എന്താക്കല്ല, വിത്റാക്കില്ല. പകലിൽ ഇരട്ടയായിക്കൊണ്ടാണ് നിസ്കരിക്കുക, രാത്രിയിലാണ് വിത്ർ നിസ്കരിക്കുകയുള്ളൂ, ഒറ്റയായി അവസാനിപ്പിക്കാറുള്ളൂ. ഫസമിഅതു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് യഖൂൽ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഞാൻ കേട്ടിട്ടുണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹയുടെ ഉസ്താദാണ്, ഷെയ്ഖാണ് ആര്, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹയുടെ ഫദ്ല് പറയുമ്പോൾ പല ഉലമാക്കളും പറയാറുള്ള ഒരു കാര്യമാണ്, ഇബ്നുൽ ഖയ്യിം എന്നൊരു ശിഷ്യൻ അദ്ദേഹത്തിനുണ്ട് എന്നത് തന്നെ മതി അദ്ദേഹത്തിന്റെ ഫദ്ല് മനസ്സിലാക്കാൻ. അത്രയും ഉസ്താദിനോട് ചേർന്നിട്ടുള്ള, മരണം വരെ ഒപ്പമുണ്ടായിരുന്ന ഒരു ശിഷ്യനായിരുന്നു ഇബ്നുൽ ഖയ്യിം. ജയിലിൽ വരെ ഒപ്പമുണ്ടായിരുന്ന ചില ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ അദ്ദേഹം പറയാണ്, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഫി ഹാദാ ദലീലുൻ അലാ അന്നൽ വിത്ര ലാ യുഖ്ളാ ലിഫവാതി മഹല്ലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ നിസ്കാരം നഷ്ടപ്പെട്ടാൽ പകലിൽ 12 റക്അത്താണ് നിസ്കരിച്ചിരുന്നു എന്നത് എന്തറിയിക്കുന്നു, വിത്റിനെ ഖളാ വീട്ടാൻ പറ്റില്ല എന്നറിയിക്കുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റവാത്തിബ് സുന്നത്തുകൾ നഷ്ടപ്പെട്ടാൽ അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖളാ വീട്ടാറുണ്ടായിരുന്നു. ഇപ്പോൾ ദുഹറിന് ശേഷമുള്ള സുന്നത്ത് നഷ്ടപ്പെട്ടപ്പോൾ അത് അസറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ വിത്റിനെ, രാത്രിയിൽ വിത്ർ നഷ്ടപ്പെട്ടാൽ ആ വിത്റിനെ പകലിൽ ഖളാ വീട്ടുക എന്നുള്ളതിന്
അങ്ങനെ ഒരു കാര്യമില്ല, കാരണം അതിന്റെ സമയം നഷ്ടപ്പെട്ടാൽ പിന്നെ അത് ചെയ്യാൻ പറ്റില്ല എന്ന് ഈ ഹദീസ് പിന്നെ അറിയിക്കുന്നുണ്ട് എന്ന്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകൽ 12 റക്അത്ത് നിസ്കരിച്ചിരുന്ന ഹദീസ് എന്ന സംഭവം അറിയിക്കുന്നു എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ കതഹിയ്യത്തുൽ മസ്ജിദി വൽ കുസൂഫി വൽ ഇസ്തിസ്ഖാഇ, ഏതുപോലെ തഹിയ്യത്തുൽ മസ്ജിദ്, മസ്ജിദിലേക്ക് പ്രവേശിച്ചാൽ ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത്. ഒരാൾക്കത് നഷ്ടപ്പെട്ടു വിചാരിക്കുക, ഒരാൾ മസ്ജിദിലേക്ക് കയറി അയാൾക്കത് ഓർമ്മയില്ല, തഹിയ്യത്ത് നിസ്കരിക്കാൻ ഓർമ്മയില്ല, അയാൾ വേറെ എന്തോ സംസാരത്തിലോ മറ്റോ ആയിട്ട് മസ്ജിദിലിരുന്നു. കുറെ കഴിഞ്ഞിട്ടാണ് അവൾക്ക് ഓർമ്മ വന്ന് ഞാൻ തഹിയ്യത്ത് നിസ്കരിച്ചില്ലല്ലോ, പിന്നെ 2 റക്അത്ത് തഹിയ്യത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഒരു തഹിയ്യത്തില്ല. കാരണം തഹിയ്യത്ത് ഇരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. അതുപോലെ വൽ കുസൂഫ്, ഗ്രഹണ നിസ്കാരം. ഗ്രഹണ നിസ്കാരം ഏത് സമയത്താണ്? ഗ്രഹണം നടക്കുന്ന ആ സമയത്താണ് നിസ്കരിക്കേണ്ടത്. ജദീറ ഉണ്ടോ? ഇതിന്റെ എക്കോ ഒന്ന് കുറക്കാൻ പറ്റുമോ? ഗ്രഹണ നിസ്കാരം ഗ്രഹണം നടക്കുന്ന സമയത്താണ് നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഗ്രഹണം നീങ്ങിക്കഴിഞ്ഞാൽ അത് നിസ്കരിക്കാൻ പറ്റില്ല. അതുപോലെ വലിസ്തിസ്ഖാ, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം. അതെപ്പോഴാണ്? മഴ പെയ്യാത്ത സന്ദർഭങ്ങളിലാണ് നിസ്കരിക്കുക. മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മഴയില്ലാത്ത സമയം ഉണ്ടായിരുന്നു, അപ്പൊ നമുക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല, പിന്നൊന്നും നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. അതുപോലെയാണ് വിത്ർ, അതിന്റെ സമയമുണ്ട്, ആ സമയത്തെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ലിഅന്നൽ മഖ്സൂദ അൻ യകൂന ആഖിറു സ്വലാത്തിൽ ലൈലി വിത്റൻ, കാരണം എന്താണ് ലക്ഷ്യം? രാത്രി നിസ്കാരത്തിന്റെ അവസാനത്തെ ആ നിസ്കാരം അല്ലെങ്കിൽ ഒറ്റയായിക്കൊണ്ട് അത് അവസാനിപ്പിക്കണം എന്നതാണ് അതിന്റെ ലക്ഷ്യം. വിത്റുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? രാത്രി നിസ്കാരം ഒറ്റയായി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അത് പിന്നീട് പകലിൽ ഖളാ വീട്ടാൻ പറ്റില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വകാന ഖിയാമുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബില്ലൈലി 11 റക്അതൻ ഔ 13 റക്അതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിച്ചിരുന്നത്, രാത്രി നിസ്കാരം എണ്ണം നോക്കുകയാണെങ്കിൽ 11 റക്അത്തോ അതല്ലെങ്കിൽ 13 റക്അത്തുകളോ ആണ് നിസ്കരിക്കാറുണ്ടായിരുന്നത്. ഒന്നെങ്കിൽ 11 റക്അത്ത് അല്ലെങ്കിൽ 13 റക്അത്ത്. ഇവിടെ 11 റക്അത്തിന്റെ കാര്യത്തിൽ സംശയമില്ല. പക്ഷെ പിന്നെയുള്ള ഈ 2 റക്അത്ത് അത് ഫജ്റിന്റെ സുന്നത്താണോ അതല്ല അല്ലാതെ വെറുതെ നിസ്കരിച്ചതാണോ എന്നുള്ളതിൽ ഒരു സംശയം ഉലമാക്കൾക്കിടയിൽ, അതിന്റെ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ 2 രീതിയിലും 11 റക്അത്ത് നിസ്കരിച്ചിരുന്നു എന്നും 13 റക്അത്ത് നിസ്കരിച്ചിരുന്നു എന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും രാത്രി നിസ്കാരത്തിന്റെ എണ്ണത്തിന്റെ വിഷയത്തിൽ പല ചർച്ചകളും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എണ്ണത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ നിസ്കാരത്തിന്റെ രൂപവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 റക്അത്ത് നിസ്കരിച്ചു എന്നുള്ളത് കുറഞ്ഞ നേരം കൊണ്ട് റക്അത്തുകൾ എണ്ണി തിട്ടപ്പെടുത്തി നിസ്കരിച്ചതാണോ? അല്ല. നൃത്തവും റുക്കുവും സുജൂദും എല്ലാം സുദീർഘമായിട്ട് നിസ്കരിച്ചിരുന്ന രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരം ഉണ്ടായിരുന്നത്. പലപ്പോഴും റക്അത്തിന്റെ എണ്ണം പറഞ്ഞ് വാശി പിടിക്കുന്ന ആളുകൾ ഇതിനെ പരിഗണിക്കാറേ ഇല്ല, ഇതിനെ പരിഗണിക്കൂല. അവർ എണ്ണം മാത്രം പറയും, എന്നിട്ട് 15 മിനിറ്റിലോ അരമണിക്കൂറിലോ തീർക്കാൻ പറ്റിയാൽ അവർ ആ രീതിയിൽ തീർക്കും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എണ്ണം നോക്കുമ്പോൾ അതിന്റെ രൂപവും നോക്കുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. ഹസൽ അൽ ഇത്തിഫാഖു അലാ 11 റക്അതൻ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഉലമാക്കൾ ഇത്തിഫാഖായിട്ടുള്ള യോജിച്ചിട്ടുള്ള കാര്യമാണ് 11 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? രാത്രിയിൽ എന്തായാലും നിസ്കരിച്ചിട്ടുണ്ട്. വഖ്തുലിഫ ഫീ റക്അതൈനിൽ അഖീറതൈൻ, എന്നാൽ അവസാനത്തെ പറഞ്ഞ ഈ 2 റക്അത്ത് അഥവാ 12ഉം 13 റക്അത്തുകൾ അതെന്താണ് എന്നതിലാണ് ചർച്ച. ഹൽ ഹുമാ റക്അത അൽ ഫജ്രി അം ഗൈറുഹുമാ, അത് ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്താണോ അതല്ലാതെ മറ്റെന്തെങ്കിലും നിസ്കാരമാണോ എന്നതാണ് ചർച്ച. فإذا انضاف ذلك إلى عدد ركعات الفرض والسنن الراتبة التي كان يحافظ عليها, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർളും സുന്നത്തുമായിട്ട് രാത്രിയിലും പകലുമായിട്ട് നിസ്കരിച്ചിരുന്ന നിസ്കാരങ്ങളുടെ മൊത്തം റക്അത്തിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ജാഅ മജ്മൂഉ ബിർദിഹി റാതിബി ബില്ലൈലി വന്നഹാർ 40 റക്അതൻ. എത്ര റക്അത്തുകളായിരുന്നു? 40 റക്അത്തുകളായിരുന്നു നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ്? രാത്രിയിലെ 13 കൂട്ടുക, ഫർള് എത്ര ഉണ്ട് ഒരു ദിവസം? 17 റക്അത്തുണ്ട്. അപ്പൊ എത്രയായി? 30 ആയി. പിന്നെ നമ്മൾ റവാത്തിബ് സുന്നത്ത് എത്രയാണ് എണ്ണിയത്?
10 നമ്മൾ പഠിച്ചു. അപ്പൊ 40 റക്അത്ത് നിസ്കാരം രാവും പകലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ചെയ്തു പോന്നിരുന്ന നിസ്കാരങ്ങളാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. കാന യുഹാഫിദു അലൈഹാ ദായിമൻ, അത് എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തു സൂക്ഷിച്ചിരുന്നു ഈ 40 റക്അത്ത് നിസ്കരിക്കാൻ. വമാ സാദ അലാ ദാലിക ഫഗൈറു റാതിബിൻ, ഇതിന് അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും നിസ്കാരങ്ങൾ, ഇപ്പോൾ ളുഹാ നിസ്കാരമോ അതല്ലെങ്കിൽ കുസൂഫോ അങ്ങനെയുള്ള നിസ്കാരങ്ങൾ ഇതിന് പുറത്തുള്ളതാണ്. ഫയംബഗി ലിൽ അബ്ദി അൻ യുവാദിബ അലാ ഹാദൽ വിർദി ദായിമൻ ഇലൽ മമാറ്റ്, ഒരടിമ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മരണം വരെ, അവന്റെ മരണം വരെ ജീവിതത്തിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ച ഒരു ദിവസത്തിലെ മുഴുവൻ നിസ്കാരം രാവും പകലുമുള്ള നിസ്കാരം 40 റക്അത്ത് മരണം വരെ കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. ഫമാ അസ്റഅ അൽ ഇജാബ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. അങ്ങനെ ഒരു ദിവസം 40 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന, ദിക്ർ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന അവന്റെ അടിമകൾ അവർക്ക് എത്ര പെട്ടെന്നാണ് ഉത്തരം ലഭിക്കുക. വഅജല ഫത്ഹൽ ബാബി ലിമൻ യഖറഉഹു കുല്ല യൗമിൻ വലൈലത്തിൻ 40 മറത്തൻ, പെട്ടെന്ന് തന്നെ കതക് തുറക്കപ്പെടും ഒരാളുടെ മേലെ. രാവും പകലുമായി 40 തവണ ഒരു വാതിലിൽ മുട്ടുന്ന ഒരടിമയ്ക്ക് പെട്ടെന്ന് തന്നെ ആ കതക് തുറക്കുന്നതാണ്. അഥവാ അള്ളാഹുവിന്റെ അടുക്കലുള്ള ഉത്തരം ചെയ്യപ്പെടാനും അള്ളാഹുവിനോട് തേടുന്നത് ലഭിക്കാനുമുള്ള കതക് തുറക്കുന്നതാണ്. വല്ലാഹുൽ മുസ്തആൻ, അള്ളാഹുവിനോടാണ് ഞാൻ രക്ഷ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് മുറുകെ പിടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് വേണം? എല്ലാ മേഖലയിലും അതിനുള്ള പരിശ്രമിക്കണം. ഇതെല്ലാവർക്കും 17 റക്അത്ത് നമ്മൾ നിർബന്ധമായി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളാണ്, റക്അത്തുകളാണ്. അതിനപ്പുറത്തേക്ക് പറഞ്ഞതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കേണ്ടതാണ്. 40 റക്അത്ത് നിസ്കാരം രാവിലെ പകലും രാത്രിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നു. വകാന ഇദാ ഇസ്തൈഖള മിനൽ ലൈൽ, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം ദിക്റുകളാണ് പറഞ്ഞിരുന്നത് എന്നുള്ളതിൽ ചിലത് മാത്രം. ഇതിനപ്പുറത്തേക്കും ഹദീസിന്റെ കിതാബുകൾ വന്നിട്ടുണ്ട്, എന്നാൽ ഈ കിതാബിൽ കൊടുത്തിട്ടുള്ള ചിലത് മാത്രം. രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റാൽ ഖാല, അവിടുന്ന് പറയുമായിരുന്നു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക്, നീ അല്ലാതെ ഒരു ഇലാഹില്ല, നീ പരിശുദ്ധനാണ്. അല്ലാഹുമ്മ അസ്തഗ്ഫിറുക ലിദംബി, അല്ലാഹുവേ ഞാൻ നിന്നോട് എൻ്റെ പാപമോചനം തേടുന്നു. വഅസ്അലുക റഹ്മതക്, നിന്റെ കാരുണ്യത്തെ ഞാൻ ചോദിക്കുന്നു. അല്ലാഹുമ്മ സിദ്നി ഇൽമ, അല്ലാഹുവേ എൻ്റെ അറിവ് നീ വർദ്ധിപ്പിച്ച് നൽകണമേ. വലാ തുസിഗ് ഖൽബി ബഅദ ഇദ് ഹദൈതനി, എനിക്ക് ഹിദായത്ത് നൽകിയതിന് ശേഷം എന്നെ നീ തെറ്റിക്കരുതേ. വഹബ് ലി മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്, നീ എനിക്ക് നിന്നിൽ നിന്നുള്ള കാരുണ്യം ഒരു ഔദാര്യമായി നൽകണമേ, നീ തീർച്ചയായിട്ടും അങ്ങേയറ്റം നൽകുന്നവനാണല്ലോ എന്നത്. ഇതിന് ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ അതിലെ സിഹത്തിൽ ചർച്ച പറഞ്ഞിട്ടുണ്ടെങ്കിലും ധാരാളം പണ്ഡിതന്മാർ സഹീഹും പറഞ്ഞിട്ടുള്ള ഒരു ദുആയാണ്. ഇതിന് പുറമെ ധാരാളം നമുക്കറിയാം, ഒരു ചർച്ചയില്ലാതെ സഹീഹായി തന്നെ വന്നിട്ടുള്ള ധാരാളം ദുആകൾ രാത്രിയിൽ എഴുന്നേൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് അദ്കാറിന്റെ ബുക്കുകളിലും ആപ്പുകളിലും എല്ലാം ഉണ്ടാവും. അത് പഠിക്കണം, അത് നമ്മൾ ശീലമാക്കണം. വകാന ഇദാ ഇൻതബഹ മിൻ നൗമിഹി, അതുപോലെ തന്നെ രാത്രിയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള മറ്റൊരു വാക്കാണ്, ദുആ ആണ്. ഖാല അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി, അല്ലദീ അഹ്യാന, നമ്മെ ജീവിപ്പിച്ചവൻ, ബഅദമാ അമാതനാ, നമ്മളെ മരിപ്പിച്ചതിന് ശേഷം. ഉറക്കമെന്ന് പറഞ്ഞാൽ എന്താ? അഹുൽ മൗത്ത് എന്നാ പറയാ. ഉറക്കത്തിന്റെ നൗമിന് പറയുന്ന മറ്റൊരു പേരെന്താ? അഹുൽ മൗത്ത്, മരണത്തിന്റെ സഹോദരൻ എന്നാണ്. ചെറിയൊരു മരണമാണ്, കാരണം നമ്മളൊന്നും അറിയണില്ല. ഒരു ഉറക്കം തന്നെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാല് പരലോകവും മരണവും ഒക്കെ നമുക്ക് ബോധ്യപ്പെടും. കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല. ഒരു 10 മണിക്കൂർ നേരത്തേക്ക്, അല്ലെങ്കിൽ ഒരാൾ എത്ര നേരമാണോ ഉറങ്ങുന്നത് ആ അത്ര നേരത്തേക്ക് അവൻ എന്ത് സംഭവിച്ചു എന്ന് അവൻ അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ്. അതിനുശേഷം അവൻ എഴുന്നേൽക്കുന്നു. അതുപോലെയാണ് മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പും. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പറയുന്നത്, മരണത്തിന് ശേഷം നമ്മെ ജീവിപ്പിച്ച അള്ളാഹുവിന് സ്തുതി, വ ഇലൈഹി നുശൂർ, അവനിലേക്കാണ് യഥാർത്ഥ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക, ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. പിന്നെ എന്താണ് ചെയ്യാറുള്ളത്? സുമ്മ യതസവ്വകു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ഉപയോഗിക്കും, അഥവാ പല്ല് തേക്കും. രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, രാവിലെ ഉദ്ദേശിച്ചത് ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ, രാത്രിയിലാണെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആവും ദിക്റും എല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ സിവാക്ക് ഉപയോഗിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ഈ ഉമ്മത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ശീലമായിരുന്ന ധാരാളം ശ്രേഷ്ഠതകൾ ഉലമാക്കൾ പറയുന്നത് കാണാം. 100 മേലെ ഹദീസുകൾ വന്നിട്ടുണ്ട്. 100 മേലെ ഹദീസുകൾ വന്നിട്ടുണ്ട് സിവാക്കിന്റെ വിഷയത്തിൽ മാത്രം, സിവാക്കിന്റെ വിഷയത്തിൽ മാത്രം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ദന്തശുദ്ധീകരണം നടത്തും. വറുബ്ബമ ഖറഅൽ 10 ആയാത്തിൻ മിൻ ആഖിരി സൂറത്തി ആലി ഇമ്രാൻ. ഇടയ്ക്കെല്ലാം ധാരാളം സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ രാത്രിയിൽ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ സൂറത്ത് ആലി ഇമ്രാനിലെ അവസാനത്തെ 10 ആയത്തുകൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അതൊരു ദിവസം തന്നെ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി പറയുന്നുണ്ട് ഇതിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യ സമയത്തൊന്ന് എഴുന്നേൽക്കും, എന്നിട്ട് നിസ്കരിക്കും, പിന്നെ ഒന്ന് ഉറങ്ങിയിട്ട് വീണ്ടും എഴുന്നേൽക്കും, നിസ്കരിക്കും, വീണ്ടും ഉറങ്ങി എഴുന്നേൽക്കും, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ആ സമയത്ത് ഒരു തവണ എഴുന്നേൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് നോക്കും, എന്നിട്ട് ഈ ആയത്തുകൾ പാരായണം ചെയ്യും. സൂറത്ത് ആലി ഇമ്രാനിലെ അവസാനത്തെ 10 ആയത്തുകൾ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് എന്ന് തുടങ്ങുന്ന വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാത്തിൽ ലിഉലിൽ അൽബാബ് എന്ന് തുടങ്ങുന്ന 190 മുതലുള്ള അവസാനം 200 വരെയുള്ള ആയത്തുകൾ ആകാശത്ത് നോക്കി പാരായണം ചെയ്യും. എന്നിട്ട് രാത്രി നിസ്കരിക്കും, ഉറങ്ങും. പിന്നെ എപ്പോഴെങ്കിലും എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ആകാശത്തേക്ക് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തുകൾ പാരായണം ചെയ്യാറുണ്ട്. വളരെ ആശയസമ്പൂർണമായിട്ടുള്ള അള്ളാഹുവിന്റെ റുബൂബിയത്തും ഉലൂഹിയത്തും മനസ്സിലാക്കി തരുന്ന, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനോട് ധാരാളം പ്രതീക്ഷ ഉണ്ടാക്കി തരുന്ന മഹത്തായിട്ടുള്ള ആയത്തുകളാണ്. നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ ആയത്തുകളുടെ തഫ്സീർ തന്നെ നമുക്ക് ധാരാളം പറയാനുണ്ടാവും. നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യുക. ثم يتوضأ ثم يصلي ركعتين خفيفتين. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരം ആരംഭിച്ചിരുന്ന രീതിയാണ്, പിന്നെ എഴുന്നേറ്റു ദുആ ചൊല്ലി എഴുന്നേറ്റു, അതുപോലെ തന്നെ പല്ല് തേച്ച് ഈ ആയത്തുകളൊക്കെ പാരായണം ചെയ്യാറുണ്ട്. അതിനുശേഷം വുദു എടുക്കും. വുദു എടുത്തതിന് ശേഷം 2 റക്അത്ത് ലഘുവായിട്ട് നിസ്കരിക്കും. ഇത് പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സുന്നത്താണ്. രാത്രി നിസ്കരിക്കുമ്പോൾ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ 2 റക്അത്ത് ലഘുവായിട്ട് നിസ്കരിക്കാറ്. എന്താ കാരണം? നമുക്ക് എല്ലാവർക്കും അറിയാം. രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ശരീരം ഒന്ന് ഉന്മേഷമാകാനും ശ്രദ്ധ കൂടുതൽ കിട്ടാനും എല്ലാം വേണ്ടിയിട്ടാണ്. ഉറക്കത്തിൽ എഴുന്നേറ്റ് ആദ്യം തന്നെ ഒരാൾ സുദീർഘമായിട്ട് പാരായണം ചെയ്ത് റുക്കോവും ചെയ്ത് സുജൂദ് ചെയ്താണെങ്കിൽ അവന്റെ ശ്രദ്ധ കുറയും. അവന് ആ ഉറക്കത്തിൽ എഴുന്നേറ്റിട്ടുള്ള ആ ഒരു അവസ്ഥയിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് ലഘുവായി നിസ്കരിക്കാറുണ്ട്. അത് ശ്രദ്ധിക്കുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. അത് നിസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ കിട്ടാൻ ഉപകരിക്കും. وأمر بذلك في حديث أبو هريرة رضي الله عنه. ഈ വിഷയം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാമ അഹദുക്കും മിനൽ ലൈൽ ഫല്യഫ്തതിഹ് സ്വലാതഹു ബിറക്അതൈൻ ഖഫീഫതൈൻ. 2 ലഘുവായ റക്അത്ത് കൊണ്ട് നിസ്കാരം ആരംഭിക്കട്ടെ എന്ന്. وكان يقوم إذا انتصف الليل أو قبله بقليل أو بعده بقليل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും രാത്രി നിസ്കരിക്കാൻ എഴുന്നേൽക്കാറുള്ളത് ഒന്നെങ്കിൽ രാത്രിയുടെ പകുതിയുടെ തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ പകുതിയുടെ തൊട്ട് ശേഷം, അതല്ലെങ്കിൽ പിന്നെ ഒന്നെങ്കിൽ രാത്രിയിൽ പകുതിയിൽ, അല്ലെങ്കിൽ കുറച്ച് മുമ്പ്, രാത്രിയുടെ പകുതിയുടെ കുറച്ച് മുമ്പ്, പകുതിക്ക് കുറച്ച് ശേഷമായിട്ട്. ഈ ഒരു രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കാറുണ്ടായിരുന്നത്. രാത്രി നിസ്കരിക്കാൻ എഴുന്നേൽക്കാറുള്ളത് രാത്രിയുടെ പകുതിയിലാണ്. ഒരു 8 മണിക്കൂറാണെങ്കിൽ 7 മണിക്കൂറാണ് നമുക്ക് രാത്രിയായി കിട്ടുന്നത് എങ്കിൽ അതിന്റെ പകുതി എത്രയാണോ വരുന്നത്, ഓരോ സമയത്ത് മാറും, ഓരോ സമയത്ത് സമയം മാറുമല്ലോ, ചില മാറ്റങ്ങൾ ഉണ്ടാകും. അതിന്റെ പകുതിയോട് അടുത്ത സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കാറുള്ളത്. ഉലമാക്കൾ ഇതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് എഴുന്നേൽക്കാൻ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം പറയുന്നത് 2 ഹദീസുകൾ രാത്രി നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതയിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രാത്രി നിസ്കാരം ആരുടെ നിസ്കാരമാണ്? ദാവൂദ് നബി അലൈഹിസ്സലാം. എങ്ങനെയാണ്? രാത്രിയുടെ പകുതി ഉറങ്ങും, പിന്നെ 2/3 ഭാഗം നിസ്കരിക്കും, പിന്നെ 1/3 വീണ്ടും ഉറങ്ങും. അപ്പൊ രാത്രിയുടെ ആ പകുതി വരെ ഉറങ്ങി ബാക്കിയായ ആ സമയം കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിനുശേഷം നിസ്കരിക്കുമ്പോൾ, പകുതിക്ക് ശേഷം നിസ്കരിക്കുമ്പോൾ ഫജ്റിനോട് അടുത്തുള്ള അവസാനത്തെ 1/3
രാത്രിയുടെ പകുതിയും ഫضലുള്ളതാണ്, രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നും ഫضലുള്ളതാണ്. രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നിന്റെ ഫضൽ എന്താണ്? യൻസിലു റബ്ബുന തബാറക വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്നത് കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയാ ഹീന യബ്ഖാ തുലുസുൽ ലൈലിൽ ആഖിർ, അവസാനത്തിന്റെ മൂന്നിലൊന്ന് ബാക്കിയാവുമ്പോഴാണ്. അപ്പോ രാത്രിയുടെ പകുതിയിൽ എഴുന്നേറ്റ് നിസ്കാരം ആരംഭിക്കുമ്പോൾ പകുതിയിലുള്ള ആ ഫضലും ലഭിക്കും, അവസാനത്തെ മൂന്നിലൊന്നിലുള്ള ആ ഫضലും ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു സമയത്ത് എഴുന്നേറ്റിരുന്നത് എന്ന് ഈ ഒരു കാര്യം വിശദീകരിക്കുമ്പോൾ ഉലമാക്കൾ സൂചിപ്പിക്കുന്നു. വകാന യഖ്തഉ വിർദഹു താറതൻ വയസ്ലുഹു താറതൻ വഹുവൽ അക്സർ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ രൂപമാണ്. 11 13 റക്അത്താണ് നമ്മൾ പറഞ്ഞല്ലോ. ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റക്അത്തുകൾ വേറെ വേറെ സമയത്തായിട്ടാണ് നിസ്കരിക്കുക. ചിലപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചിലപ്പോൾ ഇശ കഴിഞ്ഞ് വീട്ടിലെത്തി ആദ്യം ഒരു 4 റക്അത്ത് നിസ്കരിക്കും, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങും. പിന്നെ എപ്പോഴെങ്കിലും രാത്രിയിൽ എഴുന്നേറ്റ് വീണ്ടും ഒരു 4 റക്അത്തോ 2 റക്അത്തോ നിസ്കരിക്കും, വീണ്ടും ഉറങ്ങും. പിന്നെ ഒരു സമയത്ത് എഴുന്നേറ്റ് അതിന്റെ ബാക്കി നിസ്കരിക്കും. അങ്ങനെ നിസ്കരിക്കാറുണ്ട്. വയസ്ലുഹു താറത്തൻ, ചില സമയങ്ങളിൽ ഒരേ ഒരു അടുപ്പിച്ച് തന്നെ ഈ 11 13 റക്അത്ത് ഈ രണ്ട് റക്അത്തുകളായിട്ട് അടുപ്പിച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുണ്ട്. ഒരു സമയത്ത് എഴുന്നേറ്റ് തുടർച്ചയായിട്ട് തന്നെ നിസ്കരിക്കാറുണ്ട്, അതിന്റെ ഇടയിൽ ഉറക്കമോ വിശ്രമോ ഒന്നും എടുക്കാതെ. വഹുവൽ അക്സർ, അതാണ് ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുള്ള രീതി. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ചുരുക്കമാണ് ചെയ്യാറുള്ളത്, അധികവും ചെയ്യാറുള്ളത് തുടർച്ചയായിട്ട് നിസ്കരിക്കാറാണ്. ഫതഖ്തീഉഹു കമാ ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇനി എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇടവിട്ട് നിസ്കരിക്കാറുള്ളത്, റാഹത്ത് വിശ്രമമൊക്കെ എടുത്ത് നിസ്കരിക്കാറുള്ളത്? അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞ പോലെയാണ്. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ മൈമൂന റളിയല്ലാഹു അൻഹ. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇടയ്ക്കെല്ലാം അവിടെ പോയി താമസിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അമ്മായിയുടെ വീടാണ്, എളാമേ അങ്ങനെ പറയുന്ന ഉമ്മാന്റെ സഹോദരിയുടെ വീടാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ രാത്രിയുള്ള ഇബാദത്തുകളെല്ലാം നോക്കിക്കാണാനും, കുട്ടിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വളരെ കുട്ടിയാണ്, അതൊക്കെ കണ്ടുപഠിക്കാനൊക്കെ എന്ത് ചെയ്യാറുണ്ട്? രാത്രിയിൽ പോയി താമസിക്കുകയും അത് നോക്കി കാണാറുണ്ട്. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരം പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഇന്നഹു ബഅദമാ സല്ല റക്അതൈൻ ഇൻസറഫ, 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിപ്പോകും, ഫനാമ ഉറങ്ങും. ഫഅല ദാലിക 3 മറാത്തിൻ ഫീ 6 റക്അത്തിൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ 6 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കും, കിടന്നുറങ്ങും, പിന്നെ എഴുന്നേൽക്കും, 2 റക്അത്ത് നിസ്കരിക്കും, കിടന്നുറങ്ങും, പിന്നെ 2 റക്അത്ത് നിസ്കരിക്കും, ഉറങ്ങും. അങ്ങനെ 6 റക്അത്ത് ഉറങ്ങി എണീറ്റ് നിസ്കരിച്ചതായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. കുല്ലു ദാലിക യസ്താഖു വയതവദ്ദ, ഓരോ സമയം എഴുന്നേൽക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ഉപയോഗിക്കും, പല്ലേക്കും, വുളു എടുക്കുകയും ചെയ്യും. സുമ്മ ഔതറ ബിസലാസിൻ, അവസാനം 3 റക്അത്ത് കൊണ്ട് അവസാനിപ്പിക്കും. 6 റക്അത്ത് നിസ്കരിച്ച് 3 റക്അത്ത് കൊണ്ട് വിത്റാക്കി അവസാനിപ്പിക്കാറുണ്ട്. വകാന വിത്റുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻവാഅൻ മിൻഹാ ഹാദാ, ഇനി 3 റക്അത്ത് കൊണ്ട് വിത്റാക്കി പറഞ്ഞല്ലോ, അപ്പൊ മൊത്തം 9 റക്അത്ത് നിസ്കരിച്ച അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസാനം ഒറ്റയാക്കി നിസ്കരിച്ചു എന്നുള്ളത് വ്യത്യസ്ത രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ വിത്റാക്കൽ വന്നിട്ടുണ്ട്. അതിൽ ചില രൂപങ്ങളാണ് ഇനി പറയുന്നത്. വമിൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്റാക്കാറുള്ള ഒരു രീതി, അന്നഹു യുസല്ലി 8 റക്അത്തിൻ യുസല്ലിമു മിൻ കുല്ലി റക്അത്തൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നിസ്കരിച്ചപ്പോൾ 8 റക്അത്ത് നിസ്കരിച്ചു. 8 റക്അത്ത് നിസ്കരിച്ചു. അതിൽ ഓരോ 2 റക്അത്തിലും സലാം വീട്ടി, ഓരോ 2 റക്അത്തിലും നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിക്കൊണ്ട് പിരിഞ്ഞിട്ടുണ്ട്. ثم يوتر ب5 സർദൻ മുതവാലിയാത്തിൻ, പിന്നെ വിത്റാക്കിയത് 5 റക്അത്ത് നിസ്കരിച്ചിട്ടാണ്. 5 റക്അത്ത് തുടർച്ചയായി നിസ്കരിച്ചിട്ട്, ഓരോ റക്അത്തിൽ 1-ാമത്തെ റക്അത്തിൽ എഴുന്നേൽക്കും, 2-ാമത്തെ റക്അത്തിൽ എഴുന്നേൽക്കും, 3-ാമത്തെ റക്അത്തിൽ 5-ാമത്തേതിൽ മാത്രം ഇരിക്കും. ലാ യജ്ലിസു ഇല്ലാ ഫി ആഖിരിഹിൻ, അവസാനത്തിലല്ലാതെ ഇരിക്കാറില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്റാക്കാറുണ്ട്. അഥവാ പറഞ്ഞത് ക്ലിയർ അല്ലേ? 8 റക്അത്ത് ഈ 2 റക്അത്തായിട്ട് 4 സെറ്റ് 8 റക്അത്ത് നിസ്കരിക്കും. പിന്നെ 5 റക്അത്ത് തുടർച്ചയായിട്ട് 1-ാമത്തെ തുടങ്ങിയിട്ട് അവസാനത്തെ 5-ാമത്തെ റക്അത്തിലെ തശഹുദിന് ഇരിക്കുകയുള്ളൂ. അങ്ങനെ ഒറ്റയാക്കിക്കൊണ്ട് വിത്റാക്കി നിസ്കരിച്ചതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇനി വേറെ രീതി, വമിൻഹ 9 റക്അത്തിൻ, 9 റക്അത്ത് നിസ്കരിച്ച രീതിയുണ്ട്. 9 റക്അത്ത് ആക്കിയിട്ട് വിത്റാക്കിയ രീതിയുണ്ട്. യസ്റുദു മിൻഹുൻ
സമാനിയൻ ലാ യജ്ലിസു ഇല്ലാ ഫി സാമിനതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ 8 റക്അത്ത് തുടർച്ചയായി നിസ്കരിച്ചു. ഇടയിൽ ഒന്നും തശഹുദ് ഇരിക്കാതെ 8 റക്അത്ത് തുടർച്ചയായിട്ട് നിസ്കരിച്ചു. 8ാമത്തെ റക്അത്തിലാണ് തശഹുദിനിരുന്നത്. യജ്ലിസു യദ്കുറുല്ലാഹ തആല വയഹ്മദുഹു വയദ്ഉഹു. 8ാമത്തെ റക്അത്തിൽ ഇരുന്ന് തശഹുദിനിരുന്ന് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുകയും ഹംദ് ചെയ്യുകയും ദുആ ചെയ്യുകയും എല്ലാം ചെയ്ത് ثم ينهض ولا يسلم. പിന്നെ ആ 8ാമത്തെ റക്അത്തിൽ എഴുന്നേറ്റു. 8ാമത്തെ റക്അത്തിൽ സലാം വീട്ടിയിട്ടില്ല, പക്ഷെ എന്തുണ്ട്? തശഹുദിന് ഇരുന്നിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷേ സലാം വീട്ടിയിട്ടില്ല. അവിടുന്ന് എഴുന്നേറ്റു. ثم يصلي التاسعة. പിന്നെ 9ാമത്തെ റക്അത്ത് നിസ്കരിച്ചു. ثم يقعد. പിന്നെ ആ 9ാമത്തെ റക്അത്തിൽ അവസാനത്തിൽ ഇരുന്നു. വയതശഹദു, തശഹുദ് പറഞ്ഞു അഥവാ അത്തഹിയാത്തു ചൊല്ലി. വയുസല്ലിമു, അങ്ങനെ 9ാമത്തെ റക്അത്തിൽ സലാം വീട്ടി. 9ാമത്തെ റക്അത്തിൽ സലാം വീട്ടി. ثم يصلي ركعتين جالسا بعدما يسلم. ഈ 9 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടിയിട്ട് ആ രൂപം മനസ്സിലായോ? 8 റക്അത്ത് തുടർച്ചയായിട്ട് നിസ്കരിക്കുക, ഇടയിലൊന്നും തശഹുദ് ഇരുന്നിട്ടില്ല. 8ാമത്തെ റക്അത്തിൽ തശഹുദിൽ ഇരുന്നു, അവിടെ ദുആവും കാര്യങ്ങളും എല്ലാം ചെയ്തു. 9ാമത്തെ റക്അത്തിൽ എഴുന്നേറ്റ് അവസാനത്തെ തശഹുദിൽ ഇരുന്ന് അവിടെ സലാം വീട്ടി. അതിനുശേഷം ഇരുന്നു കൊണ്ട് 2 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചൊരു രൂപവും സ്വഹീഹായിക്കൊണ്ട് ഹദീസുകൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. മറ്റൊരു രൂപം വമിൻഹ അൻ യുസല്ലിയ സബ്അൻ കതിസ്ഇൽ മദ്കൂറ. ഇപ്പോൾ 9 റക്അത്ത് നിസ്കരിച്ചു പറഞ്ഞല്ലോ, അതുപോലെ തന്നെ 7 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട്, അഥവാ 5 റക്അത്താക്കി വിത്ർ നിസ്കരിച്ച സംഭവമുണ്ട്, 9 റക്അത്തായിട്ട് വിത്ർ നിസ്കരിച്ചിട്ടുണ്ട്, 7 റക്അത്തായിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ. അപ്പൊ എങ്ങനെയായിരിക്കും? 6 റക്അത്ത് തുടർച്ചയായി നിസ്കരിക്കും, 6ാമത്തെ റക്അത്ത് തശഹുദിൽ ഇരിക്കും, 7ാമത്തെ റക്അത്തിൽ എഴുന്നേറ്റ് 7ാമത്തെ റക്അത്തിൽ സലാം വീട്ടും. ثم يصلي بعدها ركعتين جالسا. ആ 7ാമത്തെ റക്അത്തിൽ സലാം വീട്ടി 2 റക്അത്ത് എന്തു ചെയ്യും? ഇരുന്നു കൊണ്ട് നിസ്കരിക്കുമായിരുന്നു. വമിൻഹ, മറ്റൊരു രൂപം, വിത്തറിന്റെ മറ്റൊരു രൂപം. ഇതൊക്കെ എന്തിനാ നമ്മൾ പഠിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ വ്യത്യസ്ത രീതിയിൽ വന്നിട്ടുള്ളത് അറിയുകയും പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാനുമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതായത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ നിയ്യത്തുണ്ടാവേണ്ട എന്താണ്? ഇങ്ങനെയൊക്കെ ചെയ്യണം ജീവിതത്തിൽ. ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ നിസ്കരിച്ച് രാത്രിയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്ത് നിസ്കരിച്ച് അങ്ങനെ ശീലമാകുന്ന ആളുകൾ ഉൾപ്പെടണം എന്നുള്ള, അങ്ങനെ ചെയ്യുന്നവരുണ്ടാകും. അങ്ങനെ ചെയ്യുന്നവർ അതിൽ സ്ഥിരത നേടാനും അതിന് തൗഫീഖ് ലഭിക്കാത്തവർ അള്ളാഹുവിനോട് സഹായം ചോദിച്ച് ശീലമാക്കാനുള്ള കാരണങ്ങൾ സ്വീകരിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വമിൻഹ, അതിൽപ്പെട്ട വിത്തറിന്റെ രൂപത്തിൽപ്പെട്ട മറ്റൊരു രൂപമാണ് അൻ യുസല്ലിയ മസ്ന മസ്ന. 2 റക്അത്തായി നിസ്കരിക്കും. ثم يوتر بثلاث لا يفصل بينهن. പിന്നെ 3 റക്അത്ത് വിത്തറായിക്കൊണ്ട് നിസ്കരിക്കും, പക്ഷെ അതിൽ എന്ത് ചെയ്യാറില്ല? അതിനെ പിന്നെ ഒരുമിച്ച് നിസ്കരിക്കാറില്ല. അഥവാ 3 റക്അത്ത് നിസ്കരിക്കുന്ന വിഷയത്തിൽ ഒരു മസ്അലയുണ്ട്, അതാണ് അടുത്ത് വരുന്നത്. വഹാദാ റവാഹു അഹ്മദു അൻ ആയിഷ അന്നഹു കാന യൂതിറു ബിസലാസിൻ ലാ ഫസ്ല ഫീഹിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 റക്അത്ത് കൊണ്ട് വിത്ർ ആക്കാറുണ്ട്, പക്ഷേ 5ലും 7ലും 9ലും പറഞ്ഞതുപോലെ ഒരുമിച്ചിട്ടല്ല ഈ 3 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നത്. 5ഉം 7ഉം 9ഒക്കെ എങ്ങനെയായിരുന്നു? തുടർച്ചയായിട്ടുള്ള നിസ്കരിച്ച്. പക്ഷെ 3ന്റെ വിഷയത്തിൽ അങ്ങനെയല്ല. വഫീഹി നദറുൻ, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒരു മസലയാണ്, അതാണ് പറയുന്നത്. ഫഫി സഹീഹ് ഇബ്നു ഹിബ്ബാൻ അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു മർഫൂഅൻ. സഹീഹ് ഇബ്നു ഹിബ്ബാനിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലാ തൂതിറു ബിസലാസ്, നിങ്ങൾ 3 റക്അത്ത് കൊണ്ട് വിത്റാക്കരുത്. ഔതിറു ബിഖംസിൻ ഔ സബ്ഇൻ വലാ തശബ്ബഹു ബിസലാത്തിൽ മഗ്രിബ്, നിങ്ങൾ 5 കൊണ്ടോ അല്ലെങ്കിൽ 7 കൊണ്ടോ നിങ്ങൾ വിത്റാക്കുക. മഗ്രിബ് നിസ്കാരത്തിനെ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? വിത്റാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖാല ദാറുഖുത്നി വഇസ്നാദുഹു കുല്ലുഹും തിഖാത്തുൻ. ഈ റിവായത്ത് സ്വഹീഹാണെന്ന് ദാറുഖുത്നി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്? ഖാല ഹർബുൻ, ഹർബ് അൽ കർമാനി റഹിമഹുല്ലാ, അദ്ദേഹം ഇമാം അഹ്മദിന്റെ ശിഷ്യനാണ്. കുറച്ച് വായിച്ചിട്ട് വിശദീകരിക്കാട്ടോ, അപ്പൊ ക്ലിയർ ആവും. സുഇല അഹ്മദു അനിൽ വിത്ർ, ഇമാം അഹ്മദിനോട് വിത്തറിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു, എങ്ങനെയാണ് വിത്തർ നിസ്കരിക്കേണ്ടത് എന്ന്. ഖാല, അപ്പൊ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞു, യുസല്ലിമു ഫി റക്അത്തൈൻ,
2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക. വഇല്ലം യുസല്ലിം റജൗതു അല്ലാ യദുറഹു, ഇനി സലാം വീട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഇമാം അഹ്മദ് പറയാൻ ഇല്ല അന്ന തസ്ലീം അസ്ബതു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത് 2 റക്അത്തിൽ, ഒന്നുകൂടി സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത് 2 റക്അത്തിൽ സലാം വീട്ടുന്നതാണ്. വഖാല ഫി റിവായത്തി അബി ത്വാലിബ് അക്സർ അൽ ഹദീസ് വഖ്വാഹു റക്അത്തുൻ ഫഅന അദ്ഹബു ഇലൈഹാ. ഇമാം അഹ്മദ് പറയാണ് അധിക റിവായത്തുകൾ വന്നിട്ടുള്ളത് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് പിന്നെ 1 റക്അത്ത് നിസ്കരിക്കലാണ്. വമിൻഹ, അതായത് ഈ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 റക്അത്ത് കൊണ്ട് വിത്തറാക്കുമ്പോൾ ബാക്കിയുള്ള നിസ്കാര വിത്തർ അഥവാ 5-ന്റെയും 7-ന്റെയും 9-ന്റെയും ആക്കിയതുപോലെ ആക്കാൻ പാടില്ല. അതായത് 6 റക്അത്ത് വരെ തുടർച്ചയായി നിസ്കരിച്ച് 6ാമത്തെ തശഹ്ഹുദിലിരുന്ന് പിന്നെ ഒന്ന് നിസ്കരിക്കുക പിന്നെ എഴുന്നേറ്റ് നിന്ന് സലാം വീട്ടുക എന്ന രീതി 5-ലും 7-ലും 9-ലും ചെയ്തല്ലോ, അങ്ങനെ 3-ന് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബിനോട് സാമ്യത തോന്നുന്ന രീതിയിൽ നിങ്ങൾ വിത്ർ നിസ്കരിക്കരുത് എന്ന് വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നിസ്കരിക്കുക? ഏറ്റവും സഹീഹായിക്കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റക്അത്തിൽ സലാം വീട്ടി പിന്നെ എന്ത് ചെയ്യുക? പിന്നെ 1 റക്അത്ത് നിസ്കരിക്കലാണ്. എന്നാൽ അല്ലാത്ത രൂപവും വന്നിട്ടുണ്ട്, ഇതിൽ വായിക്കുന്നുണ്ട്, ഞാനൊന്ന് ആദ്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാത്ത രൂപവും വന്നിട്ടുണ്ട്. ആ രൂപം എങ്ങനെയാണ്? 2ാമത്തെ റക്അത്തിൽ തശഹ്ഹുദിന് ഇരിക്കാൻ പാടില്ല. 1ാമത്തെ റക്അത്ത് പോലെ തന്നെ 2ാമത്തെ റക്അത്തിൽ നിന്നും എഴുന്നേറ്റ് 3ാമത്തെ റക്അത്തിൽ സലാം വീട്ടുക എന്നുള്ള രീതി. ഈ 2 രീതിയിലും നിസ്കരിക്കാവുന്നതാണ്. അതിൽ ഏറ്റവും ഒന്നുകൂടി അഫ്ളലായിട്ടുള്ളത് 2ാമത്തെ റക്അത്തിൽ സലാം വീട്ടുക, എന്നിട്ട് 3ാമത്തെ റക്അത്ത് വേറെ ഒരൊറ്റ റക്അത്തായി എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നുള്ളതാണ്. വമിൻഹ, ഇനി വിത്തറിന്റെ രൂപത്തിൽ മറ്റൊന്ന് പറയാണ്. മാ റവാഹു നസാഇയു അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ധരിക്കപ്പെട്ടിട്ടുള്ള രൂപമാണ്. അന്നഹു സ്വല്ലാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സ്വലാത്തി റമളാനിൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. ഫറകഅ ഫഖാല ഫീ റുകൂഇഹി, പിന്നെ റുക്കൂ ചെയ്തു. അതിൽ ആ റുക്കൂയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു സുബ്ഹാന റബ്ബിയൽ അസീം മിസ്ല മാ കാന ഖായിമൻ, നിൽക്കുന്ന അത്ര സമയവും റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അസീം എന്ന് പറയാറുണ്ട്. അൽ ഹദീസ്, ആ ഹദീസ് പറയാണ്. വഫീഹി, ആ ഹദീസ് കുറച്ച് ദൈർഘ്യമുണ്ട്. ആ ഹദീസിൽ പറയുന്ന ഒരു വിഷയമാണ് ഫമാ സ്വല്ലാ ഇല്ലാ 4 റക്അത്തിൻ, ആ റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരം 4 റക്അത്ത് അല്ലാതെ കൂടുതലൊന്നും നിസ്കരിച്ചിട്ടില്ല. ഹത്താ ജാഅ ബിലാലുൻ യദ്ഊഹു ഇലൽ ഗദാതി, ആ 4 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹു ഫജ്റിന് ബാങ്ക് കൊടുക്കാൻ എത്തുകയുണ്ടായി. ഒന്നാമത് റമളാനിലെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്ത് വിചാരിക്കണ്ട, നമ്മൾ ഇന്ന് നിസ്കരിക്കുന്ന തറാവീഹിന്റെ കാര്യമില്ല. കാരണം മസ്ജിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച 3 ദിവസം മാത്രമാണ്. അപ്പൊ റമളാനിലെ ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹുദൈഫ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചപ്പോൾ 4 റക്അത്ത് നിസ്കരിച്ചപ്പോൾ തന്നെ ഫജ്റായി. പിന്നെ ഫജ്റിലേക്കാണ് പിന്നെ നിസ്കാരത്തിലേക്ക് പോയത് എന്ന് ഒരു സംഭവം കാണാം. ഇതിവിടെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് തുടർന്ന് പറയാണ് വഔതറ സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലൽ ലൈലി വഔസതഹു വആഖിറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ ആദ്യത്തിലും വിത്റാക്കിയിട്ടുണ്ട്, നടുവിലും വിത്റാക്കിയിട്ടുണ്ട്, അവസാനത്തിലും വിത്റാക്കിയിട്ടുണ്ട്. ഇതും മറ്റൊരു മസ്അലയാണ്. അതായത് രാത്രിയിൽ ആദ്യം വിത്റാക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? പിന്നെ അയാൾ എന്താ ചെയ്യേണ്ടത്? അയാൾക്ക് നിസ്കരിക്കാവുന്നതാണ്. രാത്രിയിൽ ഒരാൾ വിത്ർ നിസ്കരിച്ചു, അയാൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റില്ല എന്ന് അയാൾ വിചാരിച്ച് രാത്രിയിൽ വിത്റാക്കി നിസ്കരിച്ചു. പിന്നെ അയാൾ രാവിലെ തഹജ്ജുദിന്റെ സമയത്തോ അല്ലെങ്കിൽ രാത്രിയിൽ എഴുന്നേറ്റു നല്ല ഉന്മേഷവാനാണ്, നിസ്കരിക്കാൻ ആഗ്രഹിച്ചു, അയാൾക്ക് നിസ്കരിക്കാവുന്നതാണ്. 2 റക്അത്തായിട്ട് നിസ്കരിച്ചുകൊണ്ട് അയാൾക്ക് നിസ്കാരം നിർവഹിക്കാവുന്നതാണ്. പിന്നെ എന്താക്കേണ്ട ആവശ്യമില്ല, പിന്നെ ഒരു വിത്ർ നിസ്കരിക്കേണ്ട ആവശ്യവുമില്ല. ഇത് ചില ചർച്ചകളുള്ള മസലയാണ്. ഇങ്ങനെ നിസ്കരിക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അതായത് ഇത് അനുവദീയമായിട്ടുള്ള രൂപമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? വിത്ർ നിസ്കരിച്ചിട്ട്, ഈ പറഞ്ഞ സംഭവത്തിൽ വിത്ർ നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. ആ 4 റക്അത്ത്, കാരണം ആദ്യം വിത്ർ നിസ്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ 4 റക്അത്ത് മാത്രം നിസ്കരിച്ചത്. وقام صلى الله عليه وسلم بآيات يتلوها ويرددها حتى الصباح. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില രാത്രികളിൽ നിസ്കരിക്കുമ്പോൾ ഒരൊറ്റ ആയത്ത് മാത്രം രാവിലെ വരെ ആവർത്തിച്ച് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഒരൊറ്റ ആയത്ത് മാത്രം. അതിൽപ്പെട്ട ഒരു ആയത്താണ് സൂറത്തുൽ മാഇദയിൽ
അവസാന ഭാഗത്ത് വരുന്ന 118-ാമത്തെ ആയത്തായിട്ട് മാഇദയിലെ അവസാനത്തെ സംഭവം എന്താണ്? ആയത്തുകൾ എന്താ പരാമർശിക്കുന്നത്? നാളെ പരലോകത്ത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചിട്ട് അള്ളാഹു തആല ചോദിക്കും, നീയാണോ ഈ നസാറാക്കളോട് പറഞ്ഞത് നിന്നെയും നിന്റെ ഉമ്മാനെയും ഇലാഹായി സ്വീകരിക്കണമെന്ന്? അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാം മറുപടി പറഞ്ഞു, സുബ്ഹാനക്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെ പറയാ? അറിവില്ലാത്ത കാര്യം ഞാൻ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ നിന്നെ മാത്രം ആരാധിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് സംസാരം കഴിയുമ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം ആ കൗമിനോടുള്ള ഒരു കാരുണ്യം കൊണ്ട് അള്ളാഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. അള്ളാഹുവിനോട് ഈസാ നബി അലൈഹി ഇസ്ലാം പറയും, ഇൻ തുഅദ്ദിബ്ഹും ഫഇന്നഹും ഇബാദുക്. അള്ളാഹ്, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്, നിനക്കെന്തും ചെയ്യാം. അള്ളാഹിനോട് പറയാം, അള്ളാഹ് നിനക്കെന്തും ചെയ്യാം, നിന്നോട് ഒരാളും ചോദിക്കാനുണ്ടാവില്ല, നിന്റെ അടിമകളാണ് അവർ, നിനക്കെന്തും ചെയ്യാം ശിക്ഷിക്കുകയാണെങ്കിൽ. എന്നിട്ട് പറയാണ്, വഇൻ തഗ്ഫിർ ലഹും, ഇനി നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിലോ, ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, തീർച്ചയായിട്ടും നീ അസീസും ഹക്കീമുമാണല്ലോ എന്നുള്ളത്. ഈ അസീസ് ഹക്കീം എന്നുള്ള ഈ നാമങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരുമിച്ച് പറയുമ്പോൾ അതിന്റെ ആശയം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ ഒരു പൂർണ്ണതയാണ്. അതായത് ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുമ്പോഴാണ്. ഒന്ന്, അള്ളാഹുവിന്റെ കഴിവിനെ, അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ. രണ്ട്, അള്ളാഹുവിന്റെ ഇൽമിനെ. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്തിന്റെ അടിസ്ഥാനം. ഇവിടെ അസീസ് എന്നുള്ള നാമത്തിന്റെ ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖദീർ എന്നുള്ളതിന്റെ ഖുദ്റത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ രൂപമാണ്, അതിനാണ് അസീസ് എന്ന് പറയുക. പ്രതാപി എന്നൊക്കെ മലയാളത്തിൽ അർത്ഥം പറയും. എന്നാൽ ഒരാൾക്ക് ഖുദ്റത്തിന്റെ ഉന്നതമായ അവസ്ഥയാണ് അസീസ്, കഴിവിന്റെ. ഹക്കീം എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ്. അതായത് ഖദീർ, അലീം എന്നുള്ള വാക്കുകളുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് അസീസ്, ഹക്കീം എന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹു തആല എല്ലാ കഴിവുള്ളവനാണ്. എന്നാൽ ആ കഴിവ് കൊണ്ട് അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നില്ല? ഒരു അറിവില്ലാത്തൊരു പ്രവർത്തനം ചെയ്യില്ല. ഇപ്പൊ ഒരാൾക്ക് നല്ല ശക്തി ഉണ്ട് വിചാരിക്കുക, നല്ല കഴിവുണ്ട് വിചാരിക്കുക, അയാൾക്ക് ഇപ്പൊ വെറുതെ ഒരു ഗ്ലാസ് കണ്ട് അടിച്ചു പൊട്ടിക്കുക, അയാൾക്ക് ശക്തിയുണ്ട്, ഒരു വിവരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അള്ളാഹുവിന് എല്ലാവിധ കഴിവുമുണ്ട്, അതുപോലെ തന്നെ ഇൽമ് പരിപൂർണമാണ്. അതെങ്ങനെ ആ കഴിവിനെ ഉപയോഗിക്കണം, എന്താണ് അതുകൊണ്ട് ചെയ്യേണ്ടത് എന്നറിയുന്നവനുമാണ്. അസീസ്, ഹക്കീം എന്നുള്ള ഈ രണ്ട് നാമങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം, അടിസ്ഥാനമാണ് നമുക്കറിയാൻ സാധിക്കുക. അപ്പൊ ഈ ഒരു ആയത്ത് ഇറങ്ങിയപ്പോൾ, ഈ ഒരു ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയപ്പോൾ ആ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് മാത്രമാണ് ഫജ്ർ വരെ പാരായണം ചെയ്തിട്ടുള്ളത്. അഥവാ രാത്രി നിസ്കാരത്തില് പ്രഭാതം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് മാത്രം പാരായണം ചെയ്ത് ആലോചിച്ചിരുന്നു. ഉലമാക്കൾ ഇതിന് വിശദീകരിക്കുന്നിടത്ത് കാണാം, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഇനി വരുന്നുണ്ട് അടുത്ത ഫസ്ലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണത്തിന്റെ രീതിയാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ തദബ്ബുറോടുകൂടി പാരായണം ചെയ്യണം. അതിൽ അത് ആലോചിച്ച് ചില ആയത്തിൽ നിന്ന് ചില ആയത്ത് പാരായണം ചെയ്ത് അത് വീണ്ടും 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 പാരായണം ചെയ്യുന്ന ഒരവസ്ഥയിൽ അത്ര ശ്രദ്ധയിൽ വേണം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാൻ, അതിന്റെ ആശയത്തെക്കുറിച്ച് ചിന്തിക്കാൻ. എന്നിട്ട് ഈ സംഭവമൊക്കെ ഉലമാക്കൾ പറയാറുണ്ട്. ഇതിനു പുറമെ ഇന്ന ഫീ ഖൽഖിസ് സമാവാത്ത്, ആലി ഇമ്രാനിലെ ആയത്തുകൾ ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ അത് പാരായണം ചെയ്ത് ഫജ്ർ വരെ കരഞ്ഞിട്ടുണ്ട്. ഈ ആയത്തുകൾ പാരായണം ചെയ്തിട്ട്. മാഇദയിലെ അവസാനത്തെ ആയത്തുകൾ രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസ്ഥ കണ്ടപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ വന്നപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ, നിങ്ങളുടെ പാപങ്ങളൊക്കെ അള്ളാഹ് പുറത്തു തന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഇന്നലെ കുറച്ച് ആയത്തുകൾ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഈ ആയത്തുകൾ പാരായണം ചെയ്തിട്ടുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി തുടങ്ങുന്ന സൂറത്ത് ആലി ഇമ്രാനിലെ 190 മുതലുള്ള ആയത്തുകൾ. അപ്പോ രാത്രി നിസ്കാരത്തിൽ ഈ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിനെ ഉറ്റാലോചിക്കാറുണ്ട്. നമ്മളൊന്ന് താരതമ്യം ചെയ്തു നോക്കി ശരിക്ക് നമ്മുടെ ജീവിതവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും എത്രത്തോളമാണ് ഖുർആനുമായിട്ടും നിസ്കാരവുമായിട്ടും അള്ളാഹുമായിട്ടും നമുക്കുള്ള ബന്ധം, എത്രത്തോളമാണ് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്. നമ്മൾ ദീനിന്റെ ആളുകളാണ്, എന്നെ നിങ്ങളുടെ മുമ്പിൽ ഒപ്പിരുത്തിയിട്ടാട്ടോ പറയുന്നത്. ദീനിന്റെ ആളുകളാണ്, ദീനെ സംസാരിക്കുന്നവരാണ്, ദീനെ ചർച്ച ചെയ്യുന്നവരാണ്, ദീനിന്റെ ഷിആറുകൾ നമ്മുടെ വേഷത്തിലും രൂപത്തിലും ഒക്കെ ഉള്ളവരാണ്, നമ്മളത് എല്ലാം കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ നമ്മളൊന്ന് പരിശോധിക്കണം, എങ്ങനെയാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിനോട് ചേരാൻ അല്ലെങ്കിൽ ആ സുന്നത്തിനോട് പകർന്നു നിൽക്കാൻ, അതിനോട് ചേർന്ന് നിൽക്കാൻ നമ്മൾ എത്രത്തോളമാണ് പരിശ്രമിക്കുന്നത് എന്ന് നമ്മൾ സ്വയം വിചാരണ ചെയ്യുക. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വകാനത് സ്വലാത്തുഹു ബില്ലൈലി സലാസത അൻവാഇൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരം രൂപം 3 രീതിയിലായിരുന്നു. ഇപ്പൊ നിസ്കാരത്തിന്റെ എണ്ണവും അതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിസ്കാരത്തിന്റെ ഒരു രൂപം എങ്ങനെയാണ് നിസ്കരിക്കാറ് എന്നുള്ളത് പറയാം. 3 തരത്തിലാണ്. അഹദുഹ വഹുവ അക്സറുഹ. ഒന്നാമത്തേതും ഏറ്റവും അധികവും ഉണ്ടായിരുന്നത് സ്വലാത്തുഹു ഖായിമൻ, രാത്രി നിസ്കാരം നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന രീതി, അഥവാ നിന്ന് നിസ്കരിക്കുന്ന, സാധാരണ നിസ്കരിക്കുന്ന ആ രൂപത്തിൽ തന്നെ രാത്രി നിസ്കരിക്കാറുണ്ട്. അസ്സാനി, രണ്ടാമത്തെ രൂപം അന്നഹു കാന യുസല്ലി ഖാഇദൻ, ചില സമയങ്ങളിൽ ഇരുന്ന് നിസ്കരിക്കാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരം. അത് പ്രത്യേകിച്ച് രോഗമോ പ്രായാധിക്യമുള്ള സമയത്തായിരിക്കും അധികവും ഇരുന്ന് നിസ്കരിക്കാറുണ്ട്. സുന്നത്തായ നിസ്കാരങ്ങൾക്ക് എന്താകാം? ഇരുന്ന് നിസ്കരിക്കാം. ഫർള് നിസ്കാരം ഒരാൾക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റുള്ളൂ? ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുള്ളൂ. സുന്നത്തായ നിസ്കാരങ്ങൾക്കോ ഇരുന്ന് നിസ്കരിക്കാം, പ്രതിഫലം അതിനനുസരിച്ച് കുറയുമെന്ന് മാത്രം. മൂന്നാമത്തെ രൂപം അന്നഹു കാന യഖറഉ ഖാഇദൻ, സൂറത്ത് പാരായണം ചെയ്യുന്ന ആ സമയത്ത്, ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നിസ്കരിക്കും. ഫഇദാ ബഖിയ യസീറു മിൻ ഖിറാഅതിഹി, അങ്ങനെ ഖുർആൻ സുദീർഘമായിട്ട് വലിയ വലിയ സൂറത്തുകൾ പാരായണം ചെയ്യാറുണ്ട്. അങ്ങനെ കുറെ പാരായണം ചെയ്ത് കുറച്ച് ബാക്കിയുള്ളൂ എന്നുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് ബാക്കി പാരായണം ചെയ്തിട്ട് ഖാമ ഫറകഅ ഖായിമൻ, പിന്നെ റുക്കൂ ചെയ്ത് ബാക്കിയുള്ള നിസ്കാരത്തിന്റെ രൂപങ്ങൾ പൂർത്തീകരിക്കും. ഈ 3 രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരം നിർവഹിച്ചതായി വന്നിട്ടുള്ളത്. ഒന്ന്, സാധാരണ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കും. രണ്ടാമത്തേത് എല്ലാം ഇരുന്ന് നിസ്കരിക്കും, റുക്കോയിനായിട്ട് പ്രത്യേകം എഴുന്നേൽക്കൊന്നുമില്ല, ഇരുന്നിട്ട് തന്നെ ചെയ്യുന്നത് പോലെ നിസ്കരിക്കും. മൂന്നാമത്തേത് ഖുർആൻ പാരായണത്തിന്റെ സമയത്ത് കുറച്ച് ബാക്കിയുള്ളത് വരെ ഇരുന്ന് പാരായണം ചെയ്യും, പിന്നെ എഴുന്നേറ്റ് നിന്ന് ആ നിസ്കാരം ബാക്കി പൂർത്തീകരിക്കുന്ന അവസ്ഥ. ഈ 3 രീതിയിൽ വന്നിട്ടുണ്ട്. വസബത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന يصلي بعد الوتر ركعتين جالسا تارة وتارة يقرأ فيها جالسا فإذا أراد أن يركع قام فركع. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള രീതികളാണ്. ഇരുന്ന് നിസ്കരിച്ചതും അതുപോലെ പാരായണം ചെയ്തിട്ട് റുക്കൂഇന് വേണ്ടി എഴുന്നേറ്റതൊക്കെ. വഖദ് അഷ്കല ഹാദാ അലാ കസീരിൻ, പല ആളുകളിലും ഇതൊരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വിഷയം. വളന്നു അന്നഹു മുആരിദുൻ ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയതിനു ശേഷവും 2 റക്അത്ത് ഇരുന്ന് നിസ്കരിച്ചു എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു സംഭവം ചില ആളുകളിൽ ഒരു ഷക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ഷക്ക് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ, ഇത് ചില ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ചയാണ് കേട്ടോ. അതിനെ പറ്റിയിട്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. ഉലമാക്കൾക്കിടയിലുള്ള ചർച്ചകളും മറ്റുമായിട്ടാണ് പറയുന്നത്. وظنوا أنه معارض لقوله صلى الله عليه وسلم اجعلوا آخر صلاتكم بالليل وترا. ചില ആളുകൾ ഇത് ഈ ഹദീസിനെതിരാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് എന്താണ്, നിങ്ങൾ രാത്രിയുടെ അവസാനത്തിൽ വിത്റാക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതിനെതിരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്റാക്കിയതിന് ശേഷം നിസ്കരിച്ചിരുന്നത് എന്ന് ഉലമാക്കളിൽ ചില അഭിപ്രായം കാണാം. എന്നിട്ട് പറയാണ്, ഫഖാല അഹ്മദ് റഹിമഹുല്ലാഹ്, അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ പറഞ്ഞു, ലാ അഫ്അലുഹു വലാ അംനഉ മൻ ഫഅലഹു. അഹ്മദ് ഹംബൽ പറയാണ്, ഞാനത് ചെയ്യില്ല, അഥവാ വിത്റാക്കിയതിന് ശേഷം പിന്നെ നിസ്കരിക്കുക എന്നുള്ളത് ഞാൻ ചെയ്യുന്നില്ല. വലാ അംനഉ മൻ ഫഅലഹു, എന്നാൽ അത് ചെയ്യുന്ന ഒരാളെ ഞാൻ എന്തും ചെയ്യില്ല, തടയുകയും ചെയ്യില്ല. അത് തെറ്റാണ് എന്നോ ശരിയല്ല എന്നോ ഞാൻ പറയില്ല, ഞാനത് ചെയ്യില്ല എന്ന് മാത്രം. കാരണം ഇമാം അഹ്മദിന് ഈ ഹദീസാണ് കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവുക, ശരിയായി ബോധ്യപ്പെട്ടുണ്ടാവുക. അതുകൊണ്ട് വിത്റാക്കിയതിനു ശേഷം നിസ്കരിക്കില്ല എന്ന് പറഞ്ഞു. ഖാല വഅൻകറഹു മാലിക് റഹിമഹുല്ലാഹ്, ഇമാം മാലിക് റഹിമഹുല്ലാഹ് അത് തീരെ പാടില്ല, അഥവാ വിത്റാക്കിയതിനു ശേഷം പ്രത്യേകം 2 റക്അത്ത് നിസ്കരിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, രാത്രി വിത്റാക്കി പിന്നെ രാവിലെ പിന്നെ കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോ ഈ 2 റക്അത്ത് നിസ്കരിച്ച കാര്യമല്ല കേട്ടോ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ർ നിസ്കരിച്ചതിന് ശേഷം ഇരുന്നു കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട് എന്നുള്ള ഹദീസ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ആ വിഷയമാണ് പറയുന്നത്. അതിലെന്താണ് ഇമാം അഹ്മദ് പറഞ്ഞു, ഞാനത് ചെയ്യില്ല, ചെയ്യുന്നവരെ ഞാൻ തടയുകയില്ല. എന്നാൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ പറഞ്ഞു, അത് ശരിയല്ല, അത് ചെയ്യാൻ പാടില്ല, വിത്ർ കഴിഞ്ഞാൽ അത് മതി എന്ന്. കാരണം ഒരു ഹദീസ് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ചർച്ച പറഞ്ഞിട്ട് പറയാണ്, വസ്സവാബ്, ഇതിൽ ശരിയായത്, അന്നൽ വിത്ര ഇബാദത്തുൻ മുസ്തഖില്ലത്തുൻ, വിത്ർ എന്നുള്ളത്
പ്രത്യേകമായിട്ടുള്ള വേറൊരു ഇബാദത്താണ്. فَتَجْرِي الرَّكْعَتَانِ بَعْدَهُ مَجْرَى السُّنَّةِ الْمَغْرِبِ مِنَ الْمَغْرِبِ فَهُمَا تَكْمِيلٌ لِلْوِتْرِ. പിന്നെയുള്ള 2 റക്അത്ത് ഏതുപോലെയാണ്? മഗ്രിബിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചല്ലോ. മഗ്രിബ് എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ്? പകലിന്റെ വിത്ർ എന്നാ പറയാ. മഗ്രിബ് നിസ്കാരം പകലിലെ വിത്ർ എന്നാ പറയാ. അതിനുശേഷം 2 റക്അത്ത് സുന്നത്ത് വന്നിട്ടുണ്ട്. അതുപോലെ വിത്രുമായി ബന്ധപ്പെട്ടതല്ല, അതല്ലാതെയുള്ള വെറും 2 റക്അത്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ചർച്ചയിൽ പറയുന്നത്. അപ്പൊ ഈ ചർച്ചയുണ്ട് മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ വിത്ർ കൊണ്ട് അവസാനിപ്പിക്കലാണ് ഖൈറായിട്ടുള്ളത്. ഇനി അഥവാ അതിനുശേഷം നിസ്കരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അവസരം നേരത്തെ പറഞ്ഞതുപോലെ അവസരം വന്നാൽ ഒരാൾക്ക് നിസ്കരിക്കാവുന്നതാണ്. എന്നിട്ട് പറയാണ് ആ വിഷയം അവിടെ അവസാനിപ്പിച്ചിട്ട്, വലം യുഹ്ഫദ് അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖനത ഫിൽ വിത്രി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്റിൽ ഖുനൂത്ത് ഓതിയിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഒന്നും സ്ഥിരമായി അത് ചെയ്തിരുന്നു എന്നതിനെ പറ്റിയിട്ട് ഒന്നും വന്നിട്ടില്ല. ഇതും ഒരു മസലയാണ്. ഇല്ലാ ഫി ഹദീസിൻ റവാഹു ഇബ്നു മാജ, ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിലല്ലാതെ. قال أحمد, ഇമാം അഹ്മദ് ആ വിഷയത്തിൽ പറഞ്ഞു, ലൈസ യുർവാ ഫീഹി അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഉൻ. ഇമാം അഹ്മദ് ആ ഹദീസിനെ കാണാത്തതുകൊണ്ടോ പരിഗണിക്കാത്തതുകൊണ്ടോ ഇമാം അഹ്മദ് പറഞ്ഞിട്ടുള്ളത് വിത്റിൽ ഖുനൂത്ത് ഓതിയതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. വലാകിൻ കാന ഉമർ യഖ്നുതു മിനസ് സനതി ഇലസ് സന. പക്ഷേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിത്റിന് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നു. അതായത് ഇതും ഉലമാക്കൾക്കിടയിൽ ചർച്ചയുള്ള വിഷയമാണ്. കേരളത്തിൽ പലപ്പോഴും വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വിഷയവുമാണ്. വിത്റിൽ ഖുനൂത്ത് ഓതാൻ പറ്റുമോ ഓതാൻ പറ്റില്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ടുണ്ടോ ഓതിയിട്ടില്ലയോ? ഇതും പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ചയുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ ഇമാം അഹ്മദ് പറഞ്ഞ ഒരു അഭിപ്രായം അത് പ്രത്യേകം പരിഗണിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ നിന്ന് സ്വീകരിക്കാൻ ഒരു പ്രശ്നവുമില്ലാത്ത ഒരു റിവായത്ത് വന്നിട്ടില്ലെങ്കിൽ കൂടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ ഖലീഫയായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു അത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് ചെയ്യാം എന്നുള്ളതിനുള്ള ഒരു തെളിവാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇൽ മഹ്ദിയീൻ റാഷിദീൻ. നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, അതുപോലെ തന്നെ എനിക്ക് ശേഷമുള്ള ഖലീഫമാരുടെ സുന്നത്തിനെയും മുറുകെ പിടിക്കണം എന്നുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ ഒരു ചർച്ച വന്നിട്ടുണ്ടെങ്കിൽ സഹാബികൾ അതിൽ ഖലീഫയായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് ചെയ്യാവുന്ന കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം ആ ചർച്ച പറയാണ്, വറവാ അഹ്ലുസ് സുനൻ, സുനനിന്റെ ആളുകൾ അഥവാ ഇമാം ബുഖാരി മുസ്ലിമും സഹീൽ ബുഖാരി മുസ്ലിം അല്ലാത്ത ബാക്കിയുള്ള 4 തിർമിദി, ഇബ്നു മാജ, അതുപോലെയുള്ള പിന്നെ അബൂ ദാവൂദ്, നസായി, ഈ 4 പേർക്കാണ് അഹ്ലുസ് സുനൻ എന്ന് പറയുക. അവർ ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസ് അൽ ഹസൻ ബിൻ അലി, അലി റളിയല്ലാഹുവിന്റെ മകനായ ഹസൻ റളിയല്ലാഹുവിൽ നിന്ന് ഖുനൂത്തിന്റെ ലഫ്ദ് ഉൾക്കൊള്ളുന്ന ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസിനെ പറ്റി വഖാലത്ത് തിർമിദി ഹദീസുൻ ഹസനുൻ ലാ നഅരിഫുഹു ഇല്ലാ മിൻ ഹാദൽ വജ്ഹ് മിൻ ഹദീസ് അബുൽ ഹൗറ അസ്സഅദി. ഈ ഹദീസ് ഈ ഒരു വജ്ഹിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അഥവാ ആ ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ കൂടി അത് പല ചർച്ചകൾ ഉള്ളതുകൊണ്ട് അതും പൂർണ്ണമായി നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന്, ആ ഖുനൂത്തില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വൽ ഖുനൂത്ത് ഫിൽ വിത്രി മഹ്ഫൂദുൻ അൻ ഉമർ വ ഉബയ്യ് വ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹും. എന്നാൽ വിത്രിൽ ഖുനൂത്ത് ഓതിയതായി സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അത് ചെയ്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, ഉബയ്യ് ഇബ്നു കഅബ് ഇമാമും ഖുർആനിൽ അറിവുള്ള ആളുമാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഫഖീഹാണ്, നല്ല അറിവുള്ള ആളാണ്. ഇവർ അത് ചെയ്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വിത്റിൽ ഖുനൂത്ത് ഓതുക എന്നുള്ളത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു ചർച്ചയ്ക്ക് കാരണം ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ 1-2 ഹദീസുകളുള്ളൂ. അതും തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഹദീസുകൾ, പൂർണ്ണമായി സ്വീകരിക്കാൻ പറ്റാത്ത ഹദീസുകളാണ് എന്നുള്ളത് കൊണ്ടാണ് എന്ത് വരാനുള്ള കാരണം? കുനൂത്ത് വിത്റിൽ ഉണ്ടോ ഇല്ലേ? അപ്പൊ നമ്മുടെ നാടുകളിൽ ചില മസ്ജിദിലൊക്കെ വിത്റിന് കുനൂത്ത് ഓതി കഴിഞ്ഞാൽ ബിദ്അത്താന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാക്കും ചിലർ. എനിക്ക് ഒരു മസ്ജിദില് പിന്നെ അധികം സാദാ മുജാഹിദ് ഇതിൽ വന്നിട്ടുള്ളത്, പിന്നെ ഞാൻ വിത്റിൽ കുനൂത്ത് ഓതിയപ്പോ അവരാരും കൈ താഴ്ത്തി നിന്നിട്ട്
ശക്തമായി എതിർത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കുറെ ആളുകൾ മനസ്സിലാക്കി വരുന്നു എന്ന് മാത്രം. അതിനൊരു ചർച്ച ഉണ്ടാവാനുള്ള കാരണം ഇതാണ്. പക്ഷെ സഹാബികളിൽ ശ്രേഷ്ഠരായിട്ടുള്ള അറിവുള്ള ആളുകൾ അത് ചെയ്തതായി വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ള ഹദീസുകളെ പരിഗണിച്ച് വിത്റിൽ കുനൂത്ത് ഓതാവുന്നതാണ്. നമ്മളിതിന്റെ ആഴത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നില്ല. നമ്മൾ ഈ കിതാബിന്റെ നമുക്ക് ആവശ്യമായിട്ടുള്ള, കാരണം അത് കുറെ നേരം ചർച്ച ചെയ്തിട്ട് പ്രത്യേകിച്ചൊരു ഫായിദ ഒന്നും പോകുന്നില്ല. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. وذكر أبو داود والنسائي من حديث أبي بن كعب أن رسول الله صلى الله عليه وسلم كان يقرأ في الوتر. ഇനി വിത്രിൽ എന്താണ് പാരായണം ചെയ്തിരുന്നത് എന്നുള്ളത് പ്രധാനമായും 3 റക്അത്ത് കൊണ്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുള്ളത് സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല സൂറത്തുൽ അഅല, അതുപോലെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്തുൽ കാഫിറൂൻ, അതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് എന്നീ സൂറത്തുകളാണ്. അഥവാ ഒന്നാമത്തെ റക്അത്തിൽ സബ്ബിഹ് ഇസ്മ ഓതും, രണ്ടാമത്തെ റക്അത്ത് സൂറത്തുൽ കാഫിറൂൻ, ഇനി സലാം വീട്ടിയെ മൂന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്. ഇനി സലാം വീട്ടിയിട്ടില്ലെങ്കിൽ തുടർച്ചയായി നിസ്കരിക്കുകയാണെങ്കിൽ ഈ 3 റക്അത്തിൽ ഈ 3 സൂറത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിരുന്നതായി വന്നിട്ടുള്ളത്. ഫൈദ സല്ലമ ഖാല, എന്നിട്ട് സലാം വീട്ടിയാൽ, വിത്ർ നിസ്കരിച്ച് സലാം വീട്ടി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് ഖുദ്ദൂസ് 3 മററാത്തിൻ യമുദ്ദു ബിഹാ സൗതഹു ഫി الثالثة വയർഫഉ. വിത്റിൽ സലാം വീട്ടി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറയും. അതിൽ മൂന്നാമത്തെ തവണ ഒന്നുകൂടി ശബ്ദം ഉയർത്തി ഒന്ന് നീട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ തവണ പറയുന്നത് ശബ്ദം ഉയർത്തി നീട്ടി പറയാറും ഉണ്ടായിരുന്നു. ഇനി അടുത്ത ഫസ്ൽ അല്ലെങ്കിൽ അടുത്ത ഭാഗം ചർച്ച വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണത്തിന്റെ രീതി എങ്ങനെയായിരുന്നു എന്നതാണ്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്തിരുന്നത് എന്നതാണ്. وكان صلى الله عليه وسلم يرتل سورة حتى تكون أطول منها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തിരുന്നത് തർത്തീലോടെ കൂടുകയായിരുന്നു. തർത്തീൽ എന്ന് പറഞ്ഞാൽ ഒരു ആയത്ത് പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അവസാനത്തിൽ നിർത്തി അതിന്റെ ആശയങ്ങളെ ചിന്തിക്കാൻ മാത്രം സമയമെടുത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നത്. അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞത് എന്താണ്? വറത്തിലിൽ ഖുർആന തർത്തീല, നീ തർത്തീലായിക്കൊണ്ട്. തർത്തീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർത്തീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരായത്തിനെ മറ്റൊന്നിലേക്ക് ചേർത്താതെ ഓരോന്നും നിർത്തി അതിനെക്കുറിച്ച് ആലോചിക്കാനും ആശയം മനസ്സിലാക്കാനുമുള്ള ആ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തത്. എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹത്താ തകൂന അത്വല മിൻഹാ, ഒരു സൂറത്ത് പാരായണം ചെയ്യാണ്. അപ്പൊ അതിനേക്കാൾ വലിപ്പമുള്ള, അതിനേക്കാൾ കൂടുതൽ ആയത്തുകളുള്ള ഒരു സൂറത്ത് പാരായണം ചെയ്യുന്നതിനേക്കാൾ സമയമെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അതിനെ ചെറിയൊരു സൂറത്ത് പാരായണം ചെയ്യും. ഇപ്പൊ 2 സൂറത്ത്, ഒന്ന് വലിയ സൂറത്താണ്, ഒന്ന് ചെറിയ സൂറത്താണ് വിചാരിക്കാം. ഈ ചെറിയ സൂറത്ത് പാരായണം ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ ആ വലിയ സൂറത്തിനേക്കാൾ വലുതാണോ ഇത് എന്ന് തോന്നുമാറ് നിർത്തി ആലോചിച്ച് ചിന്തിച്ച് പാരായണം ചെയ്യുമായിരുന്നു. വൽ മഖ്സൂദു മിനൽ ഖുർആനി തദബ്ബുറുഹു വതഫഹ്ഹുമുഹു വൽ അമലു ബിഹി. കാരണം ഖുർആൻ കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? ഖുർആൻ എന്തിനാ ഇറക്കിയിട്ടുള്ളത്? തദബ്ബുറുഹു, അത് ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ്. വതഫഹ്ഹുമുഹു, അതിന്റെ ആശയങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വൽ അമലു ബിഹി, അതനുസരിച്ച് അമല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യണം. അല്ലാതെ പാരായണം ചെയ്യുന്നതിന് പ്രതിഫലം ഉണ്ടാകും. പക്ഷേ ഖുർആൻ കൊണ്ടുള്ള ലക്ഷ്യം അതിന്റെ ആശയങ്ങളെ ഉറ്റാലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പാരായണം ചെയ്തിരുന്നത്. വതിലാവതുഹു വഹിഫ്ദുഹു വസീലത്തുൻ ഇലാ മആനിഹി. ഖുർആൻ പാരായണം ചെയ്യുന്നതും ഖുർആൻ ഹിഫ്ളാക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ ആശയത്തെ, അർത്ഥത്തെ മനസ്സിലാക്കാനുള്ള ഒരു മാർഗം എന്ന നിലക്കാണ്. ഖുർആൻ പാരായണം ചെയ്യലല്ല ലക്ഷ്യം, ഖുർആൻ ഹിഫ്ളാക്കലല്ല ലക്ഷ്യം. എന്തിനാണ് ഹിഫ്ളും പാരായണം ചെയ്യുന്നത്? അതിന്റെ ആശയങ്ങളെ മനസ്സിലാക്കാനാണ്. കമാ ഖാല ബഅദു സലഫ്, സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ നസലൽ ഖുർആനു ലിയുഅമല ബിഹി ഫത്തഖദു തിലാവതഹു അമല. ഖുർആൻ ഇറങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾ അതനുസരിച്ച് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങളത് എന്ത് ചെയ്തു? അതിന്റെ പാരായണം ഒരു കർമ്മമായിട്ട് നിങ്ങളത് തെരഞ്ഞെടുത്തു.
ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യൽ മാത്രമാണ് അതുകൊണ്ടുള്ള കർമ്മം എന്ന നിലക്ക് ആ ഖുർആനിന്റെ ആശയങ്ങളെ പഠിക്കാനോ പകർത്താനോ തയ്യാറാകാതെ പാരായണം മാത്രം ഒരു കർമ്മമായി എടുക്കുന്ന അവസ്ഥയുണ്ടായി. ഖാല ശുഅബ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ഹദ്ദസന അബൂ ജുംറത ഖാല ഖുൽതു ലിബ്നി അബ്ബാസ്. അബൂ ജുംറ അദ്ദേഹം പറയാണ്, ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, ഇന്നി റജുലുൻ സരീഉൽ ഖിറാഅ. അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പോയി പറയാണ്, ഞാൻ വളരെ വേഗത്തിൽ ഖുർആൻ ഓതും, എനിക്ക് പെട്ടെന്ന് ഖുർആൻ ഓതാൻ പറ്റും. വറുബ്ബമാ ഖറഅതുൽ ഖുർആന ഫീ ലൈലത്തിൻ മറത്തൻ ഔ മറത്തൈൻ. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ ഖുർആൻ ഒരു തവണയോ രണ്ട് തവണയോ ഞാൻ മുഴുവൻ ഓതി തീർക്കും. ഒരു ദിവസത്തിൽ തന്നെ ഒരു തവണയോ രണ്ട് തവണയോ ഖുർആൻ മുഴുവൻ ഞാൻ ഓതി തീർക്കാൻ എനിക്ക് പറ്റാറുണ്ട്, ഞാൻ അത്ര വേഗത്തിൽ ഓതുന്ന ആളാണെന്ന് പറഞ്ഞു. ഫഖാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ലഅൻ അഖ്റഅ സൂറത്തൻ വാഹിദതൻ അഅജബു ഇലയ്യ മിൻ അൻ അഫ്അല ദാലിക അല്ലദീ തഫ്അൽ. എനിക്ക് ഒരു സൂറത്ത് പാരായണം ചെയ്യലാണ് നീ ഇപ്പൊ ചെയ്യുന്ന പോലെ ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടമുള്ള കാര്യം. ഒരു സൂറത്ത് ഒരു ദിവസത്തിൽ പാരായണം ചെയ്യുന്നതാണ് നീ ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടമുള്ള കാര്യം. ഫൈൻ കുൻത ഫാഇലൻ വലാ ബുദ്. എന്താ ഉദ്ദേശം എന്താണ്? ആ സൂറത്തിന്റെ ആശയം മനസ്സിലാക്കി ചിന്തിച്ച് പകർത്തി പാരായണം ചെയ്യലാണ് നീ ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫൈൻ കുൻത ഫാഇലൻ വലാ ബുദ്, ഇനി നിനക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ, കുറെ ഖുർആൻ ഓതണം എന്നാണ് എന്നുണ്ടെങ്കിൽ, ഫഖറ ഖിറാഅതൻ തുസ്മിഉ ഉദ്നൈക്, നീ നിന്റെ ചെവി കേൾക്കുന്ന അഥവാ ചെവിയിൽ ഒരു കാര്യം കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആ രീതിയിൽ നീ പാരായണം ചെയ്യുക. വയഇഹാ ഖൽബുക്, നിന്റെ മനസ്സിന് നിനക്ക് കേൾക്കാനും നിന്റെ കൽബിൽ ചിന്തിക്കാനും പറ്റുന്ന മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിൽ നീ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞു. അതായത് ഖുർആൻ ഒരിക്കലും സഹോദരങ്ങളെ എത്ര പെട്ടെന്ന് ഓതി തീർക്കുന്നു അല്ലെങ്കിൽ എപ്പോൾ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു നിയ്യത്തിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അതിന്റെ ആശയത്തെ മനസ്സിലാക്കാനും ചിന്തിക്കാനുമുള്ള സമയമെടുത്തുകൊണ്ടാണ്. അതുപോലെ വഖാല ഇബ്രാഹിം പറഞ്ഞ ഇബ്രാഹിം അൻ-നഖഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഖറഅ അൽഖമ എന്ന് പറഞ്ഞാലും അൽഖമ അൻ-നഖഈ, നഖഈ എന്ന് പറഞ്ഞാൽ യമനിൽ നിന്നുള്ള ആളുകളാണ്, യമനിലെ ഗോത്രമാണ്. അവർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരായിട്ട് വളർന്നവരാണ്. അപ്പോ അൽഖമയുടെ അടുക്കൽ ഖറഅ അൽഖമ അലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഒരിക്കൽ അൽഖമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്തു. ഫഖാല, അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റത്തിൽ ഫിദാക അബി വ ഉമ്മി ഫഇന്നഹു സൈനുൽ ഖുർആൻ, നീ തർത്തീലോടുകൂടി പാരായണം ചെയ്യുക, നീ വേഗത്തിൽ പാരായണം ചെയ്യേണ്ട, തർത്തീലോടുകൂടി പാരായണം ചെയ്യുക. അതാണ് ഖുർആനിന്റെ സൗന്ദര്യം, അതാണ് ഖുർആനിന്റെ ഭംഗി എന്ന് ഓർമ്മിപ്പിച്ചു. വഖാല ഇബ്നു മസ്ഊദ്, അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മറ്റൊരു അസറിൽ കാണാം, ലാ തുഹദ്ദു അൽ ഖുർആന ഹാദ അശ്ശഅർ, നിങ്ങൾ വല്ല കവിത പാടുന്നത് പോലെ ഖുർആനിനെ ഇങ്ങനെ രാഗത്തിൽ പാടി നടക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ല, അത് ചെയ്യരുത്. വലാ തൻഫിറൂഹു നസ്റദ്ദഖൽ, ഒരു ഈന്തപ്പനയുടെ കുലയിൽ നിന്ന് അത് കുലുക്കി കളഞ്ഞാൽ ഈന്തപ്പന വീഴുന്നത് പോലെ ചറപറ എന്നുള്ള നിലയിലും നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യരുത്. വഖിഫു ഇൻദ അജാഇബിഹി, ഖുർആനിൽ നിങ്ങൾ ചിന്തിക്കേണ്ട അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിങ്ങൾ നിന്ന് ഉറ്റാലോചിക്കുക. വഹരികു ബിഹിൽ ഖുലൂബ്, അതാലോചിച്ച് കൽബിൽ മാറ്റമുണ്ടാക്കുക. വലാ യകുൻ ഹമ്മു അഹദികും ആഖിറ സൂറ, നിങ്ങളുടെ ഒരാളുടെയും ലക്ഷ്യമായി ഖുർആനിന്റെ അവസാനമാകണം എന്ന് നിങ്ങളുടെ ഒരാളുടെയും ലക്ഷ്യമാകരുത് എന്ന് പറഞ്ഞു. അതായത് വേഗം ഓതി തീർക്കണം, ഇത് തീർന്നിട്ട് വേണം അടുത്ത ഖത്തം തീർക്കാൻ. ചില ആളുകൾ കാണാം, ഞാൻ ഇത്ര ഖത്തം തീർത്തു, നല്ലതാണ്, തെറ്റാണ് എന്നല്ല പറയുന്നത്, പക്ഷേ ഖുർആൻ മനസ്സിലാക്കാനും ചിന്തിക്കാനും സമയമെടുത്തിട്ട് വേണം അത് ചെയ്യാൻ. വഖാല റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറ്റൊരു വാക്കാണ്, ഇദാ സമിഅത അല്ലാഹു യഖൂൽ, അല്ലാഹു തആല പറഞ്ഞത് നീ കേട്ടാൽ, എന്ത്? യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു എന്ന് ഖുർആനിൽ അല്ലാഹു പറയുന്നത് നീ കേട്ടാൽ, ഫഅസ്ഗിൽഹാ സമഅക്, ഖുർആനിൽ ഏതെങ്കിലും ആയത്തിന്റെ തുടക്കത്തിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നുണ്ടെങ്കിൽ നിന്റെ കാത് നീ കൂർപ്പിച്ചത് കേൾക്കുക. ഫഇന്നഹു ഖൈറുൻ തുഅ്മറു ബിഹി, അത് നിന്നോട് കൽപ്പിക്കപ്പെടുന്ന ഒരു ഖൈറായിരിക്കും. വൗ ശർറുൻ തുസ്റഫു അൻഹു, അതല്ലെങ്കിൽ നീ ഒഴിവാക്കേണ്ട നിന്നിൽ ബാധിക്കാൻ പോകുന്ന ഒരു ഷെറിനെ കുറിച്ചുള്ള താക്കീതായിരിക്കും എന്ന് പറഞ്ഞു. ഖുർആനിൽ ധാരാളം ആയത്തുകൾ യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങുന്നുണ്ട്, കാരണം അത് പ്രത്യേകം നമ്മളോട് പറയുന്നതാണ്. വഖാല അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല, അതുപോലെ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല അദ്ദേഹം പറയുകയാണ്, സലഫുകൾപ്പെട്ട വ്യക്തിയാണ്, ദഖലത് അലയ്യ ഇംറഅത്തുൻ വഅന അഖ്റഉ,
ഒരിക്കൽ ഞാൻ അഖ്റഉ സൂറത്ത് ഹൂദിൻ, സൂറത്ത് ഹൂദ് പാരായണം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു സ്ത്രീ അടുക്കിലേക്ക് വന്നു. ഫഖാലത്ത്, അങ്ങനെ ആ സ്ത്രീ പറഞ്ഞു, യാ അബ്ദുറഹ്മാൻ, ഹാകദാ തഖ്റഉ സൂറത്ത് ഹൂദിൻ, നീ ഇങ്ങനെയാണോ സൂറത്ത് ഹൂദ് പാരായണം ചെയ്യുന്നത്? സൂറത്ത് ഹൂദ് നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നരബാധിപ്പിക്കാൻ കാരണമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൂറത്തുകൾ പെട്ടതാണ് സൂറത്ത് ഹൂദ്. അതിന്റെ സഹോദരിമാരായിട്ടാണ് ബാക്കിയുള്ളതിനെ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയാണോ നീ സൂറത്ത് ഹൂദ് പാരായണം ചെയ്യുന്നത്? എന്നിട്ട് ആ സ്ത്രീ പറയാണ്, വല്ലാഹി ഇന്നി ഫീഹാ മുൻദു 6 അശ്ഹുർ, 6 മാസമായി ഞാൻ സൂറത്ത് ഹൂദ് പാരായണം ചെയ്യുന്നു. വമാ ഫറഗ്തു മിൻ ഖിറാഅതിഹാ, അതിപ്പോഴും ഓതി തീർന്നിട്ടില്ല. ഏത് രീതിയിലുള്ള ഓത്തായി പറയുന്നത്? ചിന്തിച്ച് ആശയം മനസ്സിലാക്കി ഉറ്റാലോചിച്ചിട്ടുള്ളത്. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസിറു ബിൽ ഖിറാഅതി ഫി സ്വലാത്തിൽ ലൈലി താറതൻ വയജ്ഹറു ബിഹാ താറതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ചിലപ്പോൾ ശബ്ദം കുറച്ച് ഉറക്കെ അല്ലാതെ പാരായണം ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ ഉറക്കെയും പാരായണം ചെയ്യാറുണ്ട്. വയുതീലുൽ ഖിയാമ താറതൻ വയുഖഫിഫു താറതൻ, ചില സമയത്ത് സുദീർഘമായി നിന്ന് ഒരു റക്അത്തിൽ തന്നെ ബഖറയും ആലി ഇമ്രാനും ഒക്കെ ഓതിയിട്ടുള്ള നിസ്കരിക്കാറുണ്ട്. ചില സമയത്ത് അത്രയധികം സുദീർഘമായി നിൽക്കാതെ ചുരുങ്ങിയ രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. വകാന യുസല്ലി തതവ്വുഅ ബില്ലൈലി വന്നഹാരി അലാ റാഹിലതിഹി ഫിസ്സഫരി ഖിബ്ല അയ്യി ജിഹത്തിൻ തവജ്ജഹത് ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലായിരിക്കുന്ന സന്ദർഭങ്ങളിൽ വാഹനമൃഗത്തിന്റെ മുകളിൽ വെച്ച് സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിക്കാറുണ്ട്. എങ്ങോട്ടാണ്? ഖിബലയിൽ നിന്ന് തെറ്റിയതാണെങ്കിൽ കൂടി എന്ത് ചെയ്യാറുണ്ട്? സുന്നത്തായ നിസ്കാരങ്ങൾ യാത്രാ മൃഗത്തിന്റെ മുകളിൽ നിസ്കരിക്കാറുണ്ട്. അത് ഏത് വാഹനത്തിൽ നിസ്കരിക്കാം. ഫർളാണെങ്കിലോ ഖിബല നോക്കി നമ്മൾ നിസ്കരിക്കണം. ഇനി അതിന് ഒന്നിനും തീരെ സാധിക്കാത്തപ്പോൾ ട്രെയിൻ യാത്രയാണ്, ഖിബല നമുക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ ഒരു സൗകര്യം ഇല്ലെങ്കിൽ മാറി നിസ്കരിക്കാം ഫർളിന്റെ വിഷയത്തിൽ. പക്ഷെ സുന്നത്തിന് അങ്ങനെയല്ല, യാത്രയിൽ എങ്ങോട്ട് വേണമെങ്കിലും തിരിഞ്ഞിട്ടും സുന്നത്ത് നിസ്കരിക്കാവുന്നതാണ്. ഫയർഖഉ വയസ്ജുദു അലൈഹാ ഈമാഅൻ, വാഹന മൃഗത്തിന്റെ മുകളിൽ റുക്കൂഉം സുജൂദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആംഗ്യത്തിലൂടെയാണ് കാണിക്കാറുള്ളത്. വയുജ്അലു സുജൂദഹു അഖ്ഫള മിൻ റുക്കൂഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സുജൂദ് ഏത് രീതിയിലാക്കാറുണ്ട്? റുക്കൂഇനേക്കാൾ ഒന്നുകൂടി താഴ്ന്നിട്ട്. അഥവാ യാത്രാ മൃഗത്തിന്റെ മേലെ നിസ്കരിക്കുകയാണെങ്കിൽ റുക്കോയിന് കുറച്ച് താഴുകയാണെങ്കിൽ അതിനേക്കാൾ ഒന്നുകൂടി എന്ത് താഴും? സുജൂദിന് വേണ്ടി താഴാറുണ്ട്. അങ്ങനെയാണ് നിസ്കരിക്കാറുള്ളത്. ചില ആളുകൾ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കാം, സാന്ദർഭികമായി പറയാണ്, 2 സ്റ്റൂൾ വെക്കും. ഒന്ന് മൂപ്പര് ഇരിക്കുന്നതും അയാൾ ഇരിക്കുന്നതും ഒന്ന് വേറൊരു സ്റ്റൂളും വെക്കും. എന്നിട്ട് സുജൂദിന്റെ സമയമാകുമ്പോൾ ആ സ്റ്റൂളിൽ കൊണ്ടുപോയി നെറ്റി വെക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതി എങ്ങനെയാണ്? റുക്കോയിന് കുറച്ച് താഴും, സുജൂദിന് അതിനേക്കാൾ കുറച്ചുകൂടി താഴും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇന്ന് കാലത്തെ വാഹനത്തിൽ ഇപ്പൊ ട്രെയിനിലോ മറ്റോ ഒക്കെ ഇരുന്ന് നിസ്കരിച്ച് ശരിക്ക് പൂർണ്ണമായ സുജൂദ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്, അങ്ങനെ നിസ്കരിക്കാവുന്നതാണ്. അപ്പൊ ആംഗ്യം മാത്രം കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ട്രെയിനിലപ്പോ ചില സമയത്ത് ഒരു സീറ്റ് മൊത്തമായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സുജൂദ് ശരിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ആംഗ്യം കാണിച്ചാൽ മതി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രാ മൃഗത്തിന്റെ മേലെ നിസ്കരിക്കാറുണ്ട്, ഐച്ഛികമായിട്ടുള്ള നിസ്കാരങ്ങൾ. ഈ ഫസ്ലിൽ ഈ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അടുത്ത് ദുഹാ നിസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ എല്ലാം ജീവിതവും ഇബാദത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട് യോജിച്ച രീതിയിൽ നിർവഹിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.